യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ പ്ലാറ്റ്ഫോമിൽ വീണ്ടും വരുവാനും നിങ്ങളെയൊക്കെ ദൈവവചനത്തിലൂടെ സംബോധന ചെയ്യുവാനും കർത്താവായ യേശു എനിക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. വളരെ ദാഹത്തോടും താല്പര്യത്തോടും കൂടെ ഈ ഡിവൈസിന് മുമ്പിൽ ഇരിക്കുന്ന, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം അറിയട്ടെ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷവും താല്പര്യവും ദൈവത്തോടുള്ള നിങ്ങളുടെ നിർമ്മലമായ മനസാക്ഷിയും കണ്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള മതങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ച് ഒരു സെക്കൻഡ്. ലോകത്തിലുള്ള മതങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു ഭയത്തിൽ നിന്നാണ്. They are afraid their God. ആ ഭയത്തിൽ നിന്നാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. എന്ത് ചെയ്താലാണ് ദൈവത്തിന് പ്രസാദം വരുന്നത്? ദൈവം കോപിഷ്ഠനായിരിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തെങ്കിലും ചെയ്യണം എന്ന നിലയിലാണ് അവർ ഓരോരുത്തരും ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്നത്. അപ്പൊ അവരുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ബോധം വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തോട് അടുത്ത് വരുന്നതും അവരോട് കോപിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ ഏതെങ്കിലും നിലയിൽ പ്രസാദിപ്പിക്കണം, അവന്റെ കോപം ശമിപ്പിക്കണം എന്ന നിലയിലല്ല നാം ദൈവത്തിന്റെ അടുക്കൽ വരുന്നത്. ഈ ലോക ജാതികൾക്ക് ഒരു കാര്യം അറിയത്തില്ല. എന്താണെന്നറിയാം? അവരെ ഓൾറെഡി ദൈവം സ്നേഹിച്ചു എന്ന കാര്യം അറിയാതെയാണ് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ അടുത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്തെല്ലാം കൂടെ ചെയ്താൽ ദൈവത്തിന് എന്നോട് കുറെ കൂടെ ഇഷ്ടം തോന്നും, ഈ ദൈവത്തിന്റെ മുഖത്തുള്ള എന്നോടുള്ള നീരസം മാറ്റാൻ ഞാൻ ഉപവസിച്ചാൽ മതിയോ, പ്രാർത്ഥിച്ചാൽ മതിയോ, അതോ ഇന്ന കാര്യങ്ങളോട് ചെയ്യണോ എന്ന ഒരു അൺസർട്ടനിറ്റിയിലല്ല ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നത്. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യൻ പല നിലയിലുള്ള വഴിപാടുകളും യാഗങ്ങളുമായിട്ട് വരുന്നത് എന്ത് ചെയ്താലാണ് ഈ ദൈവത്തിന് സന്തോഷം വരുന്നതെന്ന് അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് പലതും ചെയ്തു നോക്കിയാണ് അവർ. പക്ഷെ അവരറിയാതെ പോയ ഒരു സത്യമുണ്ട്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കണം ഒരു വ്യക്തി ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള ആദ്യത്തെ ചുവട് വെക്കുവാൻ. അപ്പോൾ നമ്മളും ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവരും ശരിക്കും ആ നിലയിൽ കൺവിൻസ്ഡ് അല്ല ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്. ദൈവം നിങ്ങളെ ആദ്യം സ്നേഹിച്ചു എന്നത് നിങ്ങൾ അറിയാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെ ട്രമൻഡസ് ആയിട്ട് സ്നേഹിച്ചു എന്ന തിരിച്ചറിവിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് തിരിച്ച് അവനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. സൂര്യപ്രകാശം എന്റെ കണ്ണിൽ വന്ന് പതിച്ചെങ്കിൽ മാത്രമേ തിരിച്ചെനിക്ക് സൂര്യനെ കാണാൻ കഴിയത്തുള്ളൂ. സൂര്യന്റെ പ്രകാശം എന്റെ കണ്ണിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ച് സൂര്യനെ കാണുന്നത്. എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി കൊണ്ട് സൂര്യനെ കാണാൻ കഴിയത്തില്ല. സൂര്യനിൽ നിന്നും വരുന്ന കിരണങ്ങൾ എന്റെ കണ്ണിൽ പതിക്കുന്നത് കൊണ്ടാണ് ആ സൂര്യനെ ഞാൻ തിരിച്ചു കാണുന്നത്. എന്റെ ശ്രമം കൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവിടുന്ന് എന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമേ എനിക്ക് അവനെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല.
അവൻ നിങ്ങളെ ആദ്യം സ്നേഹിച്ചു എന്ന വെളിപ്പാട് അത് അറിഞ്ഞ് അത് സ്വീകരിച്ച ഒരാൾക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആദ്യം ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. യു കനോട്ട് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നും ആദ്യം നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങാനേ പറ്റത്തില്ല. അവൻ നിങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വരാതെ നിങ്ങൾക്ക് അവനെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ലോക മതത്തിൽ, ലോകജാതികളിൽ അവർ ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹത്തെ അറിഞ്ഞിട്ട് തിരിച്ച് റെസ്പോൺസ് ആയിട്ട് ചെയ്യുന്നതല്ല അവരുടെ ആരാധന. അവരുടെ അറിവില്ലായ്മയിൽ അജ്ഞനായിരിക്കുന്ന ഒരു ദൈവത്തെ സ്നേഹത്തിലാണോ കോപത്തിലാണോ ദേഷ്യത്തിലാണോ എന്നറിയാൻ മേലാതെ ഒരു ദൈവത്തിന്റെ എന്തെങ്കിലും കൊടുത്ത് പ്രസാദിപ്പിക്കാം എന്ന് കരുതി വന്ന് പലവിധ രീതിയിലുള്ള ശുശ്രൂഷകൾ ചെയ്ത് അവന്റെ മുഖത്തൊരു ചിരി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ആരാധനയല്ല നമ്മളുടെ ആരാധന. 1 യോഹന്നാൻ അതിന്റെ 4-ാമത്തെ അധ്യായത്തില് നമുക്ക് ഈ കാര്യം അറിയാം. 1 യോഹന്നാൻ 4-ാം അധ്യായം, 1 John chapter 4. അതിന്റെ 19-ാമത്തെ വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഇതാണ് റിയാലിറ്റി. നാം സ്നേഹിക്കുന്നതിന്റെ കാരണം അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതാ. അവൻ നമ്മെ സ്നേഹിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്ക് അവനെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരാൾക്ക് ദൈവസ്നേഹത്തിൽ വളരാൻ ആദ്യത്തെ വഴി അവൻ എത്രയധികം നമ്മെ സ്നേഹിച്ചു എന്ന തിരിച്ചറിവാണ്. 2 യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം. അതിന്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ആദ്യം നമ്മെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. അതാണ് യോഹന്നാൻ 15:16. യോഹന്നാൻ 1:4-19 ആദ്യം നമ്മെ സ്നേഹിച്ചത് അവനാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹാസ് ടേക്കൺ ബൈ ഗോഡ്. നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല. അവൻ തിരഞ്ഞെടുത്തു എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവനെ സ്നേഹിച്ച് തുടങ്ങാൻ പറ്റൂ. പലപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടില്ലാതെയാണ് നാം പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്. പ്രസംഗം കേട്ടതിൽ നിന്നോ വായിച്ച പുസ്തകത്തിൽ നിന്നോ മറ്റുള്ളവർ പറഞ്ഞ അറിവിൽ നിന്നോ ഒക്കെയാണ് നാം ദൈവസ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തോട് വ്യക്തിപരമായൊരു ബന്ധം, ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ് ദൈവത്തോട് ഉണ്ടാകണമെങ്കിൽ ഹി ലവ്സ് മീ ഫസ്റ്റ് എന്ന ആ വെളിപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്. അവൻ നിങ്ങളിൽ പ്രസാദിച്ചു പുത്രനിലൂടെ. നിങ്ങളെ ആദ്യം അവൻ സ്നേഹിച്ചു. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഫണ്ടമെന്റൽ ആയ കാര്യം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. നിങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ സ്നേഹിച്ചു എന്ന വെളിപ്പാടിൽ നിന്ന് നിങ്ങൾ കർത്താവിനെ സേവിക്കണമെങ്കിൽ അവൻ നിങ്ങളെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അറിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് ആത്മീയമായി ഒരു ചുവടെങ്കിലും വെക്കണമെങ്കിൽ അവന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകും. ഇന്ന് ഞാൻ ആ വിഷയം സംബന്ധിച്ച് ചിലത് നിങ്ങളോട് പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം എത്രയുണ്ടെന്ന് നിങ്ങൾ അറിയണമെന്ന്. ഏദൻ തോട്ടത്തിൽ ആദ്യം നടന്ന പാപം ദൈവത്തോടുള്ള അവിശ്വാസം എന്നതിനേക്കാൾ, അതെ തീർച്ചയായിട്ടും അവർ ദൈവത്തെ അവിശ്വസിച്ചു, എങ്കിലും അതിന്റെ ആദ്യത്തെ ചുവട് ദൈവസ്നേഹത്തെ തന്നെ അവർ സംശയിച്ചു എന്നത്. എല്ലാ ദിവസവും അവർ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്നിരുന്ന ആ ദൈവത്തിന് പകരമായി ഒരു പ്രഭാതത്തിൽ ആദ്യം കണ്ട ഒരു പാമ്പ് പറയുന്ന കാര്യം അന്ന് വരെ ദൈവത്തിൽ നിന്ന് മാത്രം കേട്ടിട്ടുള്ള അവർ അന്ന് ആദ്യമായിട്ട് പിശാച് പറയുന്നത് കേട്ടു. പിശാച് പറയുന്നത് കേട്ടപ്പോൾ ആ കേൾവിയിൽ അവർക്കൊരു കാര്യം ബോധ്യമായി.
ഞങ്ങൾ വിചാരിക്കുന്ന അത്രയും ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് കരുതലില്ല. ആ കരുതലില്ലായ്മയെ കുറിച്ച് അവരുടെ ഉള്ളിൽ പിശാച് എങ്ങനെയാണ് ഇട്ടത്? പിശാച് ആ സംശയം ഇട്ടത് ഇങ്ങനെയാണ്: നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കയില്ല, മറിച്ച് നിങ്ങൾ ദൈവത്തെ പോലെ ആകും. ദൈവം എന്താണ് പറഞ്ഞത്? തിന്നുന്ന നാളിൽ മരിക്കും. എന്താണ് പിശാച് പറഞ്ഞത്? തിന്നുന്ന നാളിൽ മരിക്കത്തില്ല. എടാ, ഇവൻ പറയുന്നു മരിക്കത്തില്ലെന്ന്, ദൈവം പറയുന്നു മരിക്കുമെന്ന്. മരിക്കുമെന്ന് പറയുന്ന ആളെയാണോ മരിക്കത്തില്ലെന്ന് പറയുന്ന ആളെയാണോ കുറെ കൂടെ ഇഷ്ടം? മരിക്കത്തില്ലെന്ന് പറയുന്ന ആളെ. ഇനി മരിക്കത്തില്ലെന്ന് മാത്രമല്ല പറഞ്ഞത് പിശാച്, നീ തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെ ആകും. അങ്ങനെ വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആദ്യം വന്ന ചോദ്യം ഇതായിരിക്കാം: ഞങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം പറഞ്ഞൊപ്പിച്ച നുണയാണ് ഇത്, തിന്നരുത്, മരിക്കും. ഞങ്ങൾ ദൈവത്തെ പോലെ ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ദൈവം. ഇന്ന് ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം മനസ്സിലായത്. ഇതാണ് അവരുടെ സ്വാഭാവിക ബുദ്ധിയിൽ വന്നത്. അങ്ങനെ വന്നപ്പോൾ ദൈവത്തെ പോലെ ആകാനുള്ള ഞങ്ങളുടെ സാധ്യതയെ മരിക്കുമെന്ന് പറഞ്ഞൊരു ഭീഷണി നൽകി തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് അത്ര കണ്ട വിചാരമില്ല. പിശാചിന്റെ ആദ്യത്തെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പകർന്ന അസത്യമാണത്. ആ അസത്യം ഈ 4000 വർഷം കഴിഞ്ഞും ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലും ആ അസത്യം പിശാച് കൊണ്ടിടാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അത്രയും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭവിച്ചേ? ദൈവം സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്? അത്ര കണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നൊന്നുമില്ല. ദൈവം ശരിക്കും എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ? ദൈവം എന്നെ മകനാക്കിയിട്ടുണ്ടോ? ദൈവം എന്റെ പാവം എല്ലാം ക്ഷമിച്ചിട്ടുണ്ടോ? അവന്റെ അകത്ത് ഇപ്പോഴും എന്നോടൊരു നീരസവും കോപവും കിടപ്പുണ്ടോ? എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നാൽ ഇന്ന് ദൈവം എന്നെ കെട്ടിപ്പിടിക്കുമോ? 100,000 സംശയങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എവിടെയോ പൊതിക്കാത്ത ഒരു തേങ്ങ പോലെയാണ് ഇപ്പോഴും ദൈവം നമ്മുടെ ഉള്ളിൽ. നാം കൈയുയർത്തിയൊക്കെ പാടും, നീ മാത്രം മതി, ദൈവസ്നേഹം വർണ്ണിക്കാം. പക്ഷെ അപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഇന്ന് രാത്രി എന്റെ ദൈവം എന്നെ സമ്പൂർണമായി കൈക്കൊണ്ടിരിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? പിശാചി സംശയം തുടർമാനമായി നമ്മുടെ ഹൃദയത്തിലിടും. ഇഫ് ഗോഡ് ലവ്സ് യു, ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട്? ദൈവം നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ? എന്നാൽ ആ ബോഷത്വം നിങ്ങൾ ഒരു വെളിപ്പാടിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഈ പ്രസംഗം കൊണ്ട് പറ്റത്തില്ല. ഞാനിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത് വെളിപ്പാട് നിങ്ങൾക്ക് തരാനല്ല, യഥാർത്ഥ വെളിപ്പാടിനു വേണ്ടി ദാഹിക്കാനും പ്രാർത്ഥിക്കാനുമാണ്. നിങ്ങളുടെ ഈ ഉപവാസം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിച്ച സ്നേഹം എത്രയാണെന്ന് നിങ്ങൾ അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നടത്താൻ കഴിയൂ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ചിന്തയെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വളരെ മനോഹരമായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിന്റെ 22, 23 വാക്യങ്ങൾ, 24 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ട്, എടുത്ത് വായിക്കണം. എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നത് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 17, 22, 23, 24, 25, 26 എല്ലാം വായിക്കണം, നിർബന്ധമില്ല. ഇത് യേശുവിന്റെ പ്രാർത്ഥനയാണ്. യേശുവിന്റെ പ്രാർത്ഥനയായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയാണ് യോഹന്നാൻ 17. മനോഹരമായ പ്രാർത്ഥന. അതിലെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നീ എനിക്ക് തന്നിട്ടുള്ള, യേശു പിതാവിനോട് പ്രാർത്ഥിക്കുക, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ
നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. ഇവിടെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ ദൈവമക്കളും. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് അവരറിയണം. അതായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, നീ എന്നെ എത്രയധികം സ്നേഹിക്കുന്നോ, ദ എക്സാക്ട് വേ, ദ സെയിം വേ, അതേ മാനറിൽ, അതേ ഡെപ്തിൽ, ഈക്വൽ സ്റ്റാറ്റസിൽ അവരെയും സ്നേഹിക്കുന്നു എന്ന് അവർ അറിയണം. ഇന്ന് രാത്രി ഈ ഡിവൈസിൽ ഇരിക്കുന്ന ഏകദേശം 10-15 പേരോട് എനിക്ക് പറയുവാനുള്ളത്, പിതാവായ ദൈവം പുത്രനെ സ്നേഹിക്കുന്നത് എത്രയാണോ അത്രയും തന്നെ എന്നെയും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയണമെന്ന് 2000 വർഷം മുമ്പ് യേശു പ്രാർത്ഥിച്ചു പിതാവിനോട്. ഇന്ന് രാത്രി എല്ലാ ഭാരവും നിങ്ങളെ വിട്ടുപോകുവാൻ ഈ ഒരൊറ്റ സത്യം അറിഞ്ഞാൽ മതി. God loves you exactly as he loves his son. ദൈവമക്കളെ, നിങ്ങൾ ദൈവസ്നേഹത്തെ അറിഞ്ഞത് ഒരുപക്ഷെ നിങ്ങളുടെ രോഗം സൗഖ്യമായതിലൂടെയായിരിക്കും. അത്ര അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം തന്നൊരു ദൈവം. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ദൈവം. ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്നേഹം, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്. ഇനി അല്പം കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വാക്യം അറിയാം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചു. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഈ വാക്യം വന്നിട്ടുണ്ടോ? പുത്രനെ സ്നേഹിക്കുന്ന അത്രയും തന്നെ പിതാവ് ദൈവം എന്നെയും സ്നേഹിക്കുന്നു. എന്റെ മുമ്പിൽ ഇരിക്കുന്ന 2-3 പേരുടെ പേര് ഷാജൻ, ഒരു സന്തോഷ്, ജീന, നിങ്ങളുടെയൊക്കെ പേര് ഞാൻ അങ്ങ് പറയും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി എന്നെ സ്വർഗസ്ഥനായ പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കുന്നു. ഇത് യേശുവിന്റെ ആഗ്രഹമായിരുന്നു. അവരറിയണം. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു പ്രത്യേകിച്ച്. ഇറ്റ് ക്യാൻ ഡെലിവർ യു, ഇറ്റ് ഡെലിവേഴ്സ് മീ. എന്റെ ജീവിതത്തെ ഒത്തിരി ഡെലിവർ ചെയ്തൊരു വാക്യമാണ്. യേശുവിനേക്കാൾ ഒരല്പം കൂടെ കുറച്ചല്ല എന്നെ സ്നേഹിക്കുന്നത്, യേശുവിനെ സ്നേഹിക്കുന്ന അത്രയും. നമുക്കൊക്കെ മക്കളുണ്ടല്ലേ? നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന അത്ര അയലോക്കാരന്റെ മകനെ ഒന്നും സ്നേഹിക്കാൻ പറ്റത്തില്ല. പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയും. ഇനി വേണ്ട, നമ്മുടെ സ്വന്തം സഹോദരന്റെ മകനെ പോലും നമ്മുടെ കൊച്ചിനെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ അറിയണം. അതറിയാതെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും ഭാരവും പിണക്കവും ഉണ്ടാവും. രാത്രി നിങ്ങളുടെ മുഖം മ്ലാനമായിട്ടിരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിരാശ ഉണ്ടെങ്കിൽ, നിങ്ങൾ കൂടെ നിരാശനായ ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വർഷങ്ങളായി ഹൃദയത്തിന്റെ അകത്ത് ഭാരം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിൽ വന്നിട്ടും സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബന്ധനം അഴിയുന്നത് ഒരാൾ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് എത്രയാണെന്ന് അറിയുമ്പോഴാണ് ഈ ബന്ധനം അഴിയുന്നത്. എനിക്ക് മറ്റൊരാളോടുള്ള എന്റെ ബന്ധം എന്തുകൊണ്ട് തകർന്നിരിക്കുന്ന അറിയോ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്ര എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായ പിന്നെ വേറൊരാളെ സ്നേഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരാൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു എന്നതിന്റെ ദുഃഖത്തിലിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്രയും നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ തിരിച്ചറിയാത്തതുകൊണ്ടാ ഇപ്പോഴും അവര് സ്നേഹിച്ചില്ല, ഇവര് കൈ തന്നില്ല, മറ്റവര് കണ്ടിട്ട് മിണ്ടിയില്ല, അവര് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഗണന തന്നില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഈ ഭാരങ്ങളെല്ലാം എന്താണെന്നറിയോ? ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതെങ്ങനെ പ്രാർത്ഥിച്ച് വിടുതലെടുക്കാൻ പറ്റത്തില്ലാത്ത ദൈവം നിന്നെ സ്നേഹിക്കുന്നത് എന്താണെന്ന് അറിയുമ്പോൾ അത് വരുത്തുന്ന സ്വാതന്ത്ര്യത്തോടും വലിയൊരു സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് എടുക്കുന്ന ഒരു വിടുതലായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഈ ഫാദർ ലവ്സ് മീ എക്സാക്ട്ലി ആസ് ഹി ലവ്സ് ജീസസ്, then I am the most blessed person in this world. ഈ ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവാനായ മനുഷ്യൻ ഞാനാണ്. Here I am happy. ഞാനിവിടെ സന്തോഷവാനാണ്. എന്തുകൊണ്ടാ? സകലതും സൃഷ്ടിച്ച ദൈവം, ആകാശത്തിലെ നക്ഷത്രങ്ങളെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്ന ദൈവം, ഭൂമിയിലുള്ള മുഴുവനും പൊടിയെ കയ്യിൽ കൊള്ളിക്കുന്ന ദൈവം, ആകാശത്തെ വിരലുകൊണ്ട് അതിന്റെ പരിണാമം അളക്കുന്ന ദൈവം,
സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവനും കയ്യിലെടുക്കുന്ന ദൈവം, അവൻ സകലത്തെയും ഒന്നുമില്ലായ്മ വിളിച്ചു വരുത്തിയ സനാതനായ സ്വർഗസ്ഥനായ പിതാവ്, അവന്റെ മടിയിലിരിക്കുന്ന പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പാവപ്പെട്ട എന്നെ, പാപിയും ദോഷിയുമായിരുന്ന എന്നെ സെയിം വേ സ്നേഹിക്കുന്നു എന്നതാണ് എന്റെ ഹൃദയത്തിലെ മുഴുവനും ഭാരങ്ങൾ ഇന്ന് രാത്രി നീക്കുന്നത്. വേറെ ഒരു സത്യമല്ല. ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ടെന്നോ, നിന്നെ വാലുള്ള തലയാക്കാവെന്നോ, ഈ അടുത്ത മാസം 6-ാം തീയതി നിന്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടെന്നുള്ളതൊന്നും നിങ്ങളുടെ പരിഹാരമല്ല കുഞ്ഞെ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് പരിഹാരമായിട്ട് വരുന്നത് നാളെ പ്രശ്നമായിട്ട് തീരും. പണമാണ് പരിഹാരമെങ്കിൽ ഇന്നത്തെ പണമാകുന്ന പരിഹാരം നാളത്തെ പ്രശ്നമായിട്ട് വരും. നിങ്ങള് പരിഹാരം ദൈവത്തിലല്ല കാണുന്നത്, മറ്റെന്തെങ്കിലും വസ്തുക്കളിലാ കാണുന്നെങ്കിൽ ആ പരിഹാരമായി ഇന്ന് വന്നത് നാളെ നിന്റെ പ്രശ്നമായിട്ട് വരും. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, എവരി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ബിക്കം എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഇന്ന് നടന്നു കയറുവാനായിട്ട് നിനക്ക് സഹായമായ കല്ല് നാളെ നിന്റെ തടസ്സപ്പാറ, കല്ല് നിന്റെ മുമ്പോട്ടുള്ള തടസ്സത്തെ വലിയ തടസ്സപ്പെടുന്ന പാറയാകാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രി ഹെൽത്ത് അല്ല നിങ്ങൾക്ക് ഡെലിവറി തരുന്നത്. കുറച്ചുകൂടെ പണമുണ്ടെങ്കിൽ അതല്ല. ചില വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കിട്ടുന്നതൊന്നുമല്ല ഡെലിവറൻസ്. അതൊന്നും മറുപടിയായി കിട്ടാതിരിക്കുമ്പോഴും, ഒരുപക്ഷെ നിങ്ങൾ ഫാസ്റ്റിങ്ങില അല്ലെ, നിങ്ങൾ 3 ദിവസവും ഉപവാസത്തിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളോ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്ക് കാണാതിരിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും നിരാശയിലേക്ക് പോകും. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുമ്പോൾ എന്റെ ദൈവം എന്നെ യേശുവിനെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സകല ബുദ്ധിയും കവിയുന്ന സന്തോഷത്തിൽ ജീവിക്കാൻ കഴിയും. ആൻഡ് യു വിൽ ബി ദ ഓവർകമർ. നിങ്ങൾ ലോകത്തിലെ ജയാളിയായിരിക്കും. നിങ്ങളുടെ രോഗം സൗഖ്യമാകാതിരിക്കുമ്പോഴും, നിങ്ങളുടെ വീട് പണി മുടങ്ങിയിരിക്കുമ്പോഴും, നിങ്ങളുടെ ജോലി പ്രശ്നം തകരാറിലായിരിക്കുമ്പോഴും, നിങ്ങൾ മറ്റുള്ളവരാല് സംശയിക്കപ്പെട്ടും അവിശ്വസിച്ചും ഇരിക്കുമ്പോഴും, നിങ്ങളുടെ ആത്മാർത്ഥത മറ്റുള്ളവർ ചോദ്യം ചെയ്തിരിക്കുമ്പോഴും, നിങ്ങളെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് കഴിയാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും സന്തോഷവാനായിട്ട് ജീവിക്കാൻ കഴിയും. ഇഫ് യു നോ ദ വേർഡ്സ്, ജോൺ ചാപ്റ്റർ 17:23-24, and you will be the most happiest person in this world, because ഈ ലോകത്തിന്റെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവം അവന്റെ പുത്രനെ സ്നേഹിക്കുന്ന അത്രയും എന്നെ, മനോജായ എന്നെ, ജോഷിയായ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി എനിക്ക് മറ്റ് എല്ലാത്തിനേക്കാളും ആ സത്യം എന്റെ ഹൃദയത്തിൽ വെളിപ്പാടായി കിട്ടുമ്പോൾ ലോകം മുഴുവൻ എന്റെ കാൽ കീഴിലാവും. ഇന്നലെ വരെ എന്റെ തലയിൽ നിന്നിരുന്ന ഭാരം ഇന്ന് എന്റെ കാലിന് കീഴിൽ വരും. ഞാൻ മനുഷ്യരാൽ ബാധിക്കപ്പെടത്തില്ല, സംഭവങ്ങളാൽ ബാധിക്കപ്പെടത്തില്ല, സാഹചര്യങ്ങളാൽ ബാധിക്കപ്പെടത്തില്ല. ലോകം മറിഞ്ഞും തിരിഞ്ഞും മറിയും. ഇനി കൊറോണ വരും, അതിന്റെ അടുത്ത ലെവലിലുള്ള കൊറോണ വരും. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കത്തില്ല. ബിക്കോസ് ഐ ആം സേഫ്. പിതാവ് എന്നെ പുത്രനെ പോലെ സ്നേഹിക്കും. അതാണ് നാം അവിടെ വായിക്കുന്നത്. എന്ന് അവർ അറിയണം. നാം അറിയണമെന്നാണ് യേശുവിന്റെ ആഗ്രഹം. യേശു ഭൂമി വന്നപ്പോ നമുക്ക് വേണ്ടി കുറച്ച് രക്തം തരാൻ മാത്രമല്ല വന്നത്. നാം ഈ വെളിപ്പാട് അറിയും. ഈ വെളിപ്പാടിലാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ നീങ്ങുന്നത്. ഈ വെളിപ്പാടിലാണ് നിങ്ങൾ സ്വതന്ത്രരാകുന്നത്. ഈ വെളിപ്പാടിലാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്നത്. ഈ വെളിപ്പാടിലാണ് ലോകത്തിലുള്ള നഷ്ടങ്ങളെ നഷ്ടമല്ല എന്ന് കാണാൻ കഴിയുന്നത്. ഈ വെളിപ്പാടിലാണ് മറ്റുള്ളവർ നിങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത്. 2-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം. ഇതിന്റെ താഴോട്ടൊക്കെ ഒത്തിരി വായിക്കാനുണ്ട്, എങ്കിലും ഞാൻ 24-ാമത്തെ വാക്യം കൂടെ ഒന്നുകൂടെ വായിക്കാം. 17-ന്റെ, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഓക്കെ, എനിക്ക് ആ ഭാവമൊക്കെ ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഇന്നത്തെ എന്റെ സന്ദേശം അവിടെ അല്ല കിടക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പ് പിതാവ് പുത്രനെ സ്നേഹിച്ചു. ആ സ്നേഹം എന്നിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ് പുത്രനിലൂടെ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേക്കായി. നമുക്ക് ദൈവസ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യത്തെ വാക്യം ഏതാ? യോഹന്നാൻ 3:16 ഗോഡ് സോ ലവ് ദ വേൾഡ് ആൻഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. കാണാതെ അറിയാം, ദൈവം തന്റെ ഏകജാതനെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാനൊന്ന് കടമെടുക്കാം. യോഹന്നാൻ 3:16 ഒരു അപ്പക്കഷ്ണം മാത്രമാണ്.
മേശമേൽ നിന്ന് വീണ ഒരു അപ്പക്കഷ്ണം മാത്രമാണ് യോഹന്നാൻ 3:16. അപ്പൊ ഏതാണെന്നറിയാവോ? യോഹന്നാൻ 17:23. പിതാവ് ലോകസ്ഥാപനം മുമ്പ് പുത്രനെ സ്നേഹിച്ച സ്നേഹത്തിൽ നിന്നും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്നേഹ കൂട്ടായ്മ. ലോകസ്ഥാപനത്തിന് മുമ്പ് ത്രിയേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മ. ഒത്തിരി പറയാനുള്ള തിയോളജിക്കൽ വിഷയമാണ്. 3 വ്യക്തിത്വങ്ങൾ, 3 ആളത്വങ്ങൾക്ക് നടുവിൽ സ്നേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവം സ്നേഹമാകുന്നെന്ന് പറയുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ തൊട്ടല്ല ദൈവം സ്നേഹമാകുന്നത് തുടങ്ങിയത്. മനുഷ്യനില്ലാതിരുന്നപ്പോഴും ദൈവം സ്നേഹമാ. എന്തുകൊണ്ടാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ എന്തുണ്ടായിരുന്നു? സമ്പൂർണ്ണ സ്നേഹക്കൂട്ടായ്മയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ലോകസ്ഥാപനം മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു. ആ സ്നേഹത്തിന്റെ നിറവീന്നും എടുത്തു തന്ന ഒരു അപ്പ കഷ്ണം മാത്രമാണ് യോഹന്നാൻ 3:16. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകി നിന്നെ സ്നേഹിച്ചു. അപ്പൊ ഇപ്പോഴും തൃത്വത്തിന്റെ അകത്ത് കിടക്കുക. അത് നീ ഇതുവരെ കണ്ടിട്ടില്ല. സ്നേഹത്തിന്റെ അപ്പം ഇപ്പൊ കിട്ടിയതൊരു ചെറിയ അപ്പ കഷ്ണം മാത്രമാണ്. അതാണ് യേശുക്രിസ്തുവിലൂടെ നീ അറിഞ്ഞത്. എന്നാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവൻ ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവിന്റെ അപ്പത്തിൽ നിന്നും വീണ ഒരപ്പക്കഷ്ണമായിട്ട് നീ അല്പമായ ആ ദൈവസ്നേഹത്തെ രുചിച്ചു. ഇനി ആ സ്നേഹത്തിന്റെ വെളിപ്പാടിൽ വളർന്ന് 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 നിത്യതയിൽ എത്തുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആ അപ്പത്തെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ 17:23 ആകുന്ന ആ സ്നേഹത്തിന്റെ മേശയിൽ നിന്ന് വീണ ഒരപ്പ നുറുക്കാണ് യോഹന്നാൻ 3:16. സമയത്തിന്റെ അകത്തേക്ക്, കാലത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വീണ ഒരപ്പ കഷ്ണമാണ്. അനന്ത നിത്യതയുടെ മേശമേൽ നിന്ന് വീണ, സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് വീണ ഒരു ചെറിയ അപ്പക്കഷ്ണമാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോൾ പൊരുന്തിൽ വായിക്കുന്നു, ഇപ്പോൾ നമ്മൾ അംശമായിട്ട് അറിയുന്നു, അപ്പോൾ നാം പൂർണ്ണമായിട്ട് അറിയും. പൂർണ്ണമായിട്ട് അറിയാൻ പോകുന്ന ആ സ്നേഹത്തിന്റെ വെളിപ്പാട്. ഓക്കെ, യോഹന്നാൻ 17 ഒത്തിരി ദിവസം ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു വേദഭാഗമായോണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു അങ്ങ് പോകും. യോഹന്നാൻ 15-ാം അധ്യായം, യോഹന്നാൻ 15-ന്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഇനി അൺമ്യൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ സമയം എടുക്കുമല്ലോ. 15-9. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കും. ദ സെക്കൻഡ് വേർഡ് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ വാക്യങ്ങള് ഹൃദയത്തിൽ കുറിച്ചിടണേ. എഴുതിയിട്ടില്ലേലും കുറിച്ചിടണം മനസ്സിൽ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഓക്കെ, എന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ നിങ്ങളെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഇപ്പം മുഖാമുഖം കണ്ടുകൊണ്ടാണെങ്കിൽ എനിക്ക് ചോദ്യമൊക്കെ ചോദിക്കാം, മറുപടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നു. അപ്പൊ എല്ലാവരുടെയും ചുമ്മാ മുഖം ഇങ്ങനെ എന്നെ തുറിച്ചു നോക്കുന്നതായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു എന്താണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു പിടിയില്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ 15-9 എന്താണ്? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ യോഹന്നാൻ 17-23 എന്താണ്? പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നു എന്ന് അവരറിയണം. പക്ഷെ 15-9 പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം 15-9 പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതേ അളവിൽ പുത്രൻ നമ്മെ സ്നേഹിക്കുന്നു. 17-23 പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതേ അളവിൽ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. സോ ഇവിടെ പിതാവിന്റെ സ്നേഹവും ഉണ്ട്, പുത്രന്റെ സ്നേഹവും ഉണ്ട്. പിതാവിന്റെ സ്നേഹം എങ്ങനെയാ നമ്മളോട്? പുത്രനെ സ്നേഹിക്കുന്ന അതേ ഡെപ്തില, ഒരല്പം പോലും കുറവില്ല. പുത്രന്റെ സ്നേഹം എങ്ങനെയാ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതേ അളവിലാണ് അവൻ നമ്മളെയും സ്നേഹിക്കുന്നത്, പുത്രൻ. പ്രിയമുള്ളവരെ, എന്താണെന്നറിയോ ട്രിനിറ്റേറിയൻ ലവ്? തൃത്വത്തിലെ സ്നേഹത്തിന്റെ പ്രത്യേകത നിങ്ങൾ അറിയണം. ഒത്തിരി ദിവസത്തെ ക്ലാസ് ട്രിനിറ്റേറിയൻ ലവ് എന്ന് പറയുന്നത്. അനാദിയിൽ അവര് തമ്മിലുള്ള സ്നേഹക്കൂട്ടാണ്. നിങ്ങൾക്കറിയാവോ, അന്യമത ദൈവങ്ങൾക്കിടയില് ദേവന്മാര് തമ്മിൽ യുദ്ധമുണ്ട്. നിങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം, ദേവന്മാര് തമ്മിൽ യുദ്ധമുണ്ട്. ബുദ്ധമതത്തിൽ പോലും ദേവതകൾ തമ്മിൽ യുദ്ധമുണ്ട്. ഹൈന്ദവ മതത്തിലും ദേവീ ദേവന്മാര് തമ്മിൽ യുദ്ധമുണ്ട് പിടിച്ചടക്കാൻ വേണ്ടി. എന്തുകൊണ്ടാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ, ഈ 3 ആളത്തങ്ങളും തമ്മിൽ ഒരിക്കൽ പോലും യുദ്ധം ഉണ്ടായിട്ടില്ലല്ലോ? എന്തുകൊണ്ടാ? അവര് തമ്മിൽ ഒരിക്കലും ഒരു വാഗ്വാദം ഉണ്ടായില്ലോ? അനാദി എന്ന് പറഞ്ഞാൽ എന്താ? കോടാനുകോടി വർഷം അവസാനമില്ല. അവര് തമ്മിൽ ഒരിക്കലും ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ടുണ്ടോ? അവര് തമ്മിൽ എന്തുകൊണ്ടാ മറ്റ് ദൈവീ ദേവതകൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന പോലെ അടി ഉണ്ടാക്കാൻ? എന്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഡൈവോഴ്സ് ഉണ്ടാകാൻ? എന്തുകൊണ്ടാണ് ഒരാൾ വേറൊരാളുടെ മുകളിൽ കയറാൻ ശ്രമിക്കാൻ? ഒറ്റ കാരണം,
ട്രിനിറ്റേറിയൻ ലവിന്റെ പ്രത്യേകത സാക്രിഫിഷ്യൽ ലവ്. ഒരാള് അയാൾക്ക് വേണ്ടിയല്ല, മറ്റേ ആൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പുത്രൻ മഹത്വപ്പെടണമെന്ന്, പുത്രന്റെ ഹൃദയത്തിലെ ആഗ്രഹം പിതാവ് മഹത്വപ്പെടണമെന്ന്, പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം പിതാവിനെയും പുത്രനെയും മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് അവരുടേത് സെൽഫ് സെന്റേഡ് ലവ് അല്ല, സാക്രിഫിഷ്യൽ ലവ് ആ. 10,000-കണക്കിന് തെളിവ് വേദവസത്തിന് എടുത്തു തരാം. ഫാദർ എപ്പോഴും ആഗ്രഹിക്കുന്നത് പുത്രൻ മഹിമപ്പെടണം എന്നാ. പുത്രൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിനെന്നറിയോ? പിതാവ് മഹിമപ്പെടണം എന്നാ. പരിശുദ്ധാത്മാ ഭൂമിയിലേക്ക് വന്നെന്തിനാ? ഇവരെ രണ്ടുപേരെ ഉയർത്താനായിട്ട്. അതുകൊണ്ട് അവരാരും അവരുടെ മഹത്വം അല്ല അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിന് ക്രൂശിൽ വന്ന് ആ സാക്രിഫൈസ് ചെയ്യാൻ എളുപ്പമായതിന് കാരണം അവര് അനാദി കാലം തൊട്ടേ സെൽഫ് സെന്റേഡ് ലവ് അല്ലായിരുന്നു തൃത്വത്തിൽ ഉണ്ടായിരുന്നു, സാക്രിഫിഷ്യൽ ലവ് ആയിരുന്നു. മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുന്ന ലവ് ആയിരുന്നു. അതുകൊണ്ട് യേശുവിന് ഒട്ടും ബുദ്ധിമുട്ടില്ലായിരുന്നു, പിതാവെ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെ സ്നേഹിക്കണം. പിതാവെ നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും അവരെ സ്നേഹിക്കും. These are the tremendous verses which delivers thousands of people. ഒരുപക്ഷെ ഇന്ന് രാത്രി ഒരു വിടുതലുണ്ട് എന്ന് പറയുമ്പോൾ കേൾക്കുന്നതിനേക്കാൾ എത്രയധികം സുഖമാണെന്നറിയാവോ? ജീവിതകാലം മുഴുവനും എന്നെ പോറ്റി പുലർത്താൻ കഴിയുന്ന ആ അമേസിംഗ് ലവ്, ആ സ്വർഗീയ സ്നേഹം. ഇനിയും നിങ്ങൾ ആ ദൈവത്തിന്റെ ഹൃദയം അറിയണം. ദൈവത്തിന്റെ ഹൃദയം അറിയണം. നമുക്ക് ആ പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന നുണ, അതിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ നമ്മുടെ ദൈവം ഒരു നല്ല ദൈവമാണ്. ലോകക്കാർക്ക് എങ്ങനെയാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധമെന്ന് നമുക്കറിയില്ല. അവർക്ക് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് അവരുടെ അരക്ഷിതാവസ്ഥയിൽ. പക്ഷേ ദൈവമക്കളായ നമുക്ക് അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയുടെ ആവശ്യമില്ല. റിസഷൻ വന്നാലും കൊറോണ വന്നാലും ഒന്നും നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ലാത്തത് നമുക്കറിയാം. നമ്മുടെ ദൈവം ഒരു നല്ല ദൈവമാണ്. ഈസ് എ ഗുഡ് ഗോഡ്. അപ്പൊ നിങ്ങളുടെ ദൈവം ആരാണെന്നുള്ള നിങ്ങളുടെ വെളിപ്പ്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ബ്രദർ ജോഷി ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം. ഇപ്പൊ ഞാൻ കർത്താവിനെ കണ്ടെത്തിയിട്ട് 32 വർഷമായി. ആ സഹോദരൻ ഒരുപക്ഷെ 10 വർഷമാണെന്ന് വിചാരിക്കുക. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈ വർഷത്തിന്റെ അല്ല. ഞാനൊരു സുവിശേഷകനാണ്, പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക്. അദ്ദേഹം ഒരുപക്ഷെ ജോലിയോടുകൂടിയായിരിക്കും കർത്താവിനെ സേവിക്കുന്നത്. ഇതൊന്നുമല്ല ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് എന്താണ് എന്നതിലാണ് ഞങ്ങൾ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഇരിക്കുന്നത്. മിനിഞ്ഞാന്ന് വിശ്വാസത്തിൽ വന്നയാളും 30 വർഷം മുമ്പ് വിശ്വാസം വന്നയാളും തമ്മിലുള്ള വ്യത്യാസം വർഷത്തിന്റെ കണക്കോ അനുഭവത്തിന്റെ കണക്കോ ഒന്നുമല്ല. ഹൗ യു നോ യുവർ ഗോഡ്. നിന്റെ ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വെളിപ്പാടിലാണ് നിങ്ങളും വേറൊരാളും തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അറിയണം. സോ യു ഹാവ് ടു ജസ്റ്റ് ക്രൈ ഓൺ ടു ദ ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ തരുന്നത്. ജസ്റ്റ് ക്രൈ, ദൈവത്തോട് കരയുക. ദൈവമേ എനിക്കൊരു വെളിപ്പാട് തരണം. നിന്നെ നീ ആരാണ്? നിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. എനിക്കിപ്പോഴും ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാടിന് ഞാൻ കഴിഞ്ഞ ദിവസവും പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്ത് ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ നിന്റെ ക്രൂശിന്റെ വെളിപ്പാട് എനിക്ക് തരണം. ഞാൻ ഇന്നുവരെയും കേട്ടിട്ടില്ലാത്ത നിലയിൽ നിന്റെ ക്രൂശിന്റെ ബഹിർമുഖങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണം. അനാദിയിലെ നീയും പിതാവും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഡെപ്ത് എനിക്ക് ഇനിയും കാണിച്ചു തരണം. കാരണം ഈ ലോകത്തെ സ്നേഹിക്കാതിരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവന്റെ സ്നേഹത്തെ എന്റെ ഹൃദയത്തിൽ നിറയ്ക്കുക. വേറെ ഒരു വഴിയില്ല. ദൈവസ്നേഹം എന്റെ ഉള്ളിൽ വരാതെ ലോകസ്നേഹത്തെ പുറത്താക്കാൻ കഴിയത്തില്ല. നരകത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടൊന്നും ലോകസ്നേഹം പുറത്തു പോകത്തില്ല. ധനവാന്റെ ലാസറിനെ കഥ പറഞ്ഞുകൊണ്ടൊന്നും ലോകസ്നേഹം പുറത്തു പോകത്തില്ല. ലോകസ്നേഹം പുറത്തു പോകണേ ദൈവസ്നേഹം അകത്ത് വരണം. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ആ മുറിക്കകത്ത് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഓഫ് ചെയ്താൽ ഉടനെ ആ മുറിക്കകത്ത് വരാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്. ഇരുട്ട്. നിങ്ങൾ വെൽക്കം ഒന്നും ചെയ്യണ്ട, അത് അകത്തോട്ട് വന്നോളും. അപ്പം നിങ്ങളുടെ ഉള്ളിലെ ദൈവസ്നേഹം ഇല്ലാതാകുമ്പോൾ കയറാൻ കാത്തിരിക്കുകയാണ് ലോകസ്നേഹം. അത് നിങ്ങളുടെ പുറത്തുണ്ട്. എന്നാൽ എവിടെയാ കിടക്കുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുക, ഇരുട്ട് എവിടെയാ വെയിറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിളിക്കാതെ കയറി വരുന്ന ഒരു അതിഥിയാണ് ഇരുട്ട്. ഇനി നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുകയും ലൈറ്റ് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ പറയാതെ തന്നെ പുറത്തു പോകുന്ന ആളാണ് ഇരുട്ട്. ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ നിങ്ങൾ ശാസിക്കാതെ തന്നെ പുറത്തു പോകും ലോകസ്നേഹം. അതിനൊന്നും നമ്മൾ എന്തിനാ നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നറിയോ? നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ആ യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട്.
യെസ്, നമുക്ക് ചില ഗ്ലിംസ്, ചില ധാരണകളൊക്കെ ഉണ്ട് ദൈവസ്നേഹത്തെ കുറിച്ച്, ഇല്ല എന്നല്ല. പക്ഷെ അതൊരു വെളിപ്പാടായിട്ട് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഹാൻഡ് നോളജാ പലപ്പോഴും. സോ ജസ്റ്റ് ക്രൈ അൺ ടു ദി ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ ഈ ദിവസങ്ങൾ ആ സ്നേഹത്തിന്റെ ഒരു വെളിപ്പാട്. എങ്ങനെയാ അത് വരുന്നെന്നറിയോ? ഞാൻ പറയാം. അത് ചുമ്മാ പുസ്തകം വായിച്ചൊന്നും കിട്ടത്തില്ല. നല്ല ദൈവദാസന്മാര് ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെ പ്രസംഗിച്ചാലൊക്കെ നമുക്ക് വാമപ്പാവും. പക്ഷെ അതൊന്നും പോരാ. എങ്ങനെയാന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഇടയ്ക്ക് കയറി പറയുക. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ് 5:5, ചാപ്റ്റർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. ദൈവസ്നേഹം എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത്? എങ്ങനെയാന്നാ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ, ബൈ ഹോളി സ്പിരിറ്റ്, നോട്ട് ബൈ എനി പ്രീച്ചർ, നോട്ട് ബൈ റീഡിങ് എനി ബുക്ക് റിഗാർഡിങ് ഗോഡ്സ് ലവ്. ഒന്നുമല്ല. അതൊക്കെ നിങ്ങൾക്ക് സഹായമായി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇത് അകത്തോട്ട് പകർന്നത് പാസ്റ്റർ അല്ല, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പകരാതെ ദൈവസ്നേഹം മനസ്സിലാക്കിയവരുണ്ട്. അവർക്ക് എപ്പോഴും ഒരു സംശയം കാണും. അവർ രാവിലെ ചിരിക്കും, വൈകിട്ട് അവർ നിരാശരായിരിക്കും. സഭായോഗത്തിന് വരുമ്പോൾ കയ്യൊക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കും, പക്ഷെ ചൊവ്വാഴ്ച അവരുടെ മുഖം വാടിയിരിക്കും. ഉപവാസപ്രാർത്ഥനയിൽ അവര് ബലപ്പെട്ടിരിക്കും, പക്ഷെ അടുത്ത ദിവസം പ്രശ്നം വരുമ്പോൾ അവര് പൊഴിഞ്ഞു. കാരണം ഈ ആത്മാവിലാണ്, പരിശുദ്ധാത്മാവിൽ മാത്രമേ ദൈവസ്നേഹം ഉള്ളിൽ പകരാൻ പറ്റത്തുള്ളൂ. അത് പുസ്തകം വായിച്ചുകൊണ്ടോ ബൈബിള് വായിച്ചുകൊണ്ടോ പോലും കിട്ടത്തില്ല. ദ സ്പിരിറ്റ് ഓൺലി ക്യാൻ പോർ ദ ഗോഡ്സ് ലവ്. അത് കാരണം ആത്മാവിന് മാത്രം അകത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവസ്നേഹം. അതാ വെളിപ്പാട്. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് എനിക്കറിയാം, വെളിപ്പാടിന്റെ ആവശ്യമില്ല. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ മതി, മഹാത്മാഗാന്ധിയെ കുറിച്ച് അറിയാം. നെൽസൺ മണ്ടേലയെ കുറിച്ച് അറിയാനായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചാൽ മതി. പക്ഷെ യേശുവിനെ കുറിച്ച് അറിയാൻ ബൈബിള് വായിച്ചാൽ മാത്രം പോരാ, വെളിപ്പാടായിട്ട് കിട്ടണം. അതെങ്ങനെ കിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്? ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ, ത്രൂ ഹോളി സ്പിരിറ്റ്. വേറെ ഒരു മാധ്യമത്തിലൂടെയും ദൈവസ്നേഹം അകത്ത് വരത്തില്ല. പിന്നെ ബുദ്ധിക്കകത്ത് വരും. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് പകരം മരിച്ചു, അവൻ രക്തം മുഴുവൻ ഒഴുക്കി തന്നു, അവൻ 3 ആണിയിൽ തൂങ്ങപ്പെട്ടു. ഇതെല്ലാം ബുദ്ധിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ബുദ്ധി കൊണ്ട് കുറെ ഗുണമുണ്ട്. നിങ്ങൾക്ക് കുറെ നാൾ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും. പക്ഷേ അത് വെളിപ്പാടായ ആത്മാവിൽ കിട്ടുന്നത് ഡിഫറൻറ്റ്. അങ്ങനെ കിട്ടിയ ഒരു മനുഷ്യനാ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അത് വെളിപ്പാടായി അവൻ ആ സ്നേഹത്തെ കിട്ടിയതും. അത് വെളിപ്പാടായി കിട്ടിയത് കൊണ്ടാണ് പത്രോസ് പറയുന്നത്, നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ നാം കാണാതെ വിശ്വസിച്ചും കൊണ്ട്. അപ്പോൾ കാണാതെയും സ്നേഹിക്കാൻ പറ്റും യേശു ക്രിസ്തുവിനെ. എങ്ങനെ? വെളിപ്പാട്, ത്രൂ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വെളിപ്പാടിനായി പ്രാർത്ഥിക്കുമ്പോൾ, ഇതുവരെ ബുദ്ധി കൊണ്ടോ മറ്റുള്ളവർ പ്രസംഗിച്ച് കേട്ടോ ബൈബിളിൽ നിന്ന് അറിവായി കിട്ടിയതിനപ്പുറം യഥാർത്ഥത്തിലുള്ള ക്രൂശിലെ ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് നിങ്ങൾ തിരിച്ചറിയും. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങളോട് ഇടപെട്ടുന്നത് ദൈവസ്നേഹത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ നമുക്ക് 1-2 വാക്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം തൊട്ട് വായിക്കുകയാണ്. അതിലെ ചില പദപ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പം ലോക സ്ഥാപനം മുൻപ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ജനിച്ച ശേഷമല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് തൊട്ടല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആദാമിനെ സൃഷ്ടിച്ച അന്ന് തൊട്ടല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ലോകസ്ഥാപനം മുന്നെയാണ്. വെളിപ്പാടുണ്ടല്ലേ മനസ്സിലാകത്തുള്ളൂ, അല്ല ഇപ്പൊ അതൊരു വാക്യമായിട്ടാ ഹൃദയത്തിലിരിക്കുന്നു. നീ എല്ലാവരും ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. ബൈബിളിലെ ആദ്യത്തെ വാക്യം, നിങ്ങൾ ബൈബിള് തുറന്നാൽ കിട്ടുന്ന ആദ്യത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് പറയാം? ബൈബിളിലെ ആദ്യ വാക്യം. ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ആണല്ലോ, സംശയമില്ല.
ജനസിസ് ചാപ്റ്റർ 1:1 എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എഫേസർ 1:4 എന്താണ്? ലോകസ്ഥാപനം മുൻപ് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എന്റെ ഒരു ചോദ്യം, ഉൽപ്പത്തി 1:1 ആദ്യം വേദോസ്തത്തിൽ വരേണ്ടത്? ഓർഡർ വെച്ച് നോക്കിയാൽ എഫേസർ 1:4 ആദ്യം വരേണ്ടത്? ഉൽപ്പത്തി 1:1 സൃഷ്ടിപ്പ് തൊട്ടുള്ള കാര്യം തുടങ്ങുന്നത്. എഫേസർ 1:4 എന്നോട്ടുള്ള കാര്യം തുടങ്ങുക ലോകസ്ഥാപനം മുമ്പുള്ള കാര്യം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബൈബിള് ക്രോളജിക്കൽ ഓർഡറിൽ എഴുതിയാൽ ആദ്യം വരേണ്ട വാക്യം ഏതാ? എഫേസർ 1:4 ലോകസ്ഥാപനം മുമ്പ് അവൻ എന്നെ തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞല്ലേ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്നുള്ള വാക്യം വരണ്ടേ? കാരണം എന്നെ അവൻ തെരഞ്ഞെടുത്ത ചരിത്രമാണ് വേദവശത്തിലെ ആദ്യത്തെ സത്യം. അത് കഴിഞ്ഞ ഭൂമിയെ അവൻ ഉണ്ടാക്കിയതും സസ്യങ്ങളെ ഉണ്ടാക്കിയതും സമുദ്രത്തെ ഉണ്ടാക്കിയതും. കാരണം അതിനെയെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ലോകസ്ഥാപനം മുമ്പ് അവൻ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് ഞാനൊരു വെളിപ്പാടായിട്ട് നിങ്ങളോട് പറയട്ടെ, ദ ഫസ്റ്റ് വേർഡ്സ് ഇൻ ദ ബൈബിൾ ഈസ് എഫേഷ്യൻസ് 1:4. കാരണം നിന്നെ ദൈവം തന്റെ ഹല്ലേലൂയ മുൻനിർണയത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം എടുത്ത ഡിസിഷനാണ് നീ ദൈവത്തിന്റെ മകനാകണം എന്നുള്ളത്. ആ തെരഞ്ഞെടുപ്പാണ് ഉൽപ്പത്തി 1:1 മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ. അങ്ങനെയാണെങ്കിൽ ബൈബിളിലെ ആദ്യത്തെ വേഴ്സ് നിന്നെ കുറിച്ചുള്ളതാ, എന്നെ കുറിച്ചുള്ളതാ, ഭൂമിയെ കുറിച്ചല്ല, ആകാശത്തെ കുറിച്ചല്ല. പക്ഷെ എഴുതി വന്നപ്പോൾ അത് എഫേസർ 1:4 ഒത്തിരി കഴിഞ്ഞാൽ എഴുതിയെന്നേ ഉള്ളൂ. ദിസ് ഇസ് ദ ട്രൂത്ത്. കർത്താവിന്റെ അടുക്കൽ വന്ന് ഇരിക്കണം. ഈ നമ്മള് ഈ ഉപവാസ പ്രാർത്ഥനയൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി ലിസ്റ്റൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങ് നമുക്ക് നിർത്തിയിട്ട് ദൈവമുമ്പാകെ വന്നിരുന്ന ആ ദൈവസ്നേഹം ധ്യാനിച്ച് ദിവസങ്ങളോളം അവന്റെ പടിവാതിക്കെ കിടക്കണം. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആത്മാവ് തരുന്ന ആ ദൈവസ്നേഹം കൊണ്ട് നിങ്ങൾ ഡെലിവർ ആവും. പിന്നെ മോന്റെ ആ പരീക്ഷ ജയിച്ചോ, വിസയുടെ പ്രശ്നം തീർന്നോ, വീട്ടിലെ ആ വിഷയത്തിന് എന്ത് പരിഹാരം, ഇതൊന്നും നിങ്ങളുടെ വിഷയത്തെ നിങ്ങളെ ഭരിക്കുന്നില്ല. നമുക്കുള്ളൊരു പ്രശ്നം എന്നാണെന്നറിയോ? ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒത്തിരി വിഷയമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തൊട്ട് ഇങ്ങോട്ട് എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നാട്ടിലെ അമ്മച്ചിയുടെ വിഷയം, അപ്പച്ചന്റെ വിഷയം, ബന്ധുക്കാരുടെ വിഷയം, അളിയൻ രക്ഷിക്കപ്പെടാത്ത വിഷയം, പിന്നെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ജോലി പോയ വിഷയം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് കുഴയുക നിങ്ങൾ. ആ വിഷയമൊന്നും പ്രാർത്ഥിക്കരുതെന്നല്ല, ഇന്റർസെഷൻ അതെല്ലാം വേണം. പക്ഷെ അതിനും അപ്പുറം ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിൽ കിടക്കുക, അവന്റെ പടിവാതിലിൽ കിടക്കുക. എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നറിയോ? നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന് ഞാൻ നിന്റെ മന്ദിരത്തിൽ നിനക്കായി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുന്നതാണ് ശരിക്കും നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന്. എന്റെ അളിയന്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയല്ല ഉപവസിക്കുന്നത്. നിന്റെ ബലവും നിന്റെ മഹത്വവും കാണേണ്ടതിന് ഞാൻ നിന്റെ മന്ദിരത്തിൽ വന്ന് അവിടെ കിടക്കുക. ദൈവസ്നേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു ആഗ്രഹം. ദൈവമേ, നിന്നെ അറിയാതെ, നിന്റെ വെളിപ്പാട് അറിയാതെ, നിന്റെ സ്നേഹം അറിയാതെ ഇനി ഞാൻ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്. 2021 ഒരു വെളിപ്പാടിന്റെ വർഷമായിരിക്കണം. ആരും പറഞ്ഞിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നീ എന്നെ സ്നേഹിച്ച സ്നേഹം, ലോകസ്ഥാപനം മുമ്പ് എന്നെ സ്നേഹിച്ച സ്നേഹം എനിക്കൊന്ന് അറിയണം. അതറിഞ്ഞാൽ എനിക്ക് എന്റെ ഭാര്യയോടുള്ള സ്നേഹം വർദ്ധിക്കും. അതറിഞ്ഞാൽ എന്റെ അയൽവാസിയോടുള്ള എന്റെ സ്നേഹം വർദ്ധിക്കും. അതറിഞ്ഞാൽ കർത്താവെ, എന്റെ ഇന്നത്തെ ഭാരങ്ങളൊന്നും എനിക്കൊരു ഭാരമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അതറിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹം കുറയും. അതറിഞ്ഞാൽ ലോകസ്നേഹം എന്നിൽ കുറയും. അല്ലാതെ നിങ്ങൾ ഓടിച്ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ലോകസ്നേഹം എന്നിൽ കുറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചാലൊന്നും അങ്ങനെ പെട്ടെന്ന് കുറയത്തില്ല. നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? ദൈവമേ ക്ഷമിക്കാനുള്ള കൃപ തരണേ. നിങ്ങൾ ഇങ്ങനെ ഓടിച്ചെന്ന് ക്ഷമിക്കാനുള്ള കൃപ തരുമ്പോൾ ഒരു 1/2 കിലോ ക്ഷമ, പിന്നെ കർത്താവെ എന്റെ കോപം മാറ്റണേ എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോ കോപം മാറ്റാനുള്ള കൃപ. ഇങ്ങനെ ദൈവം അങ്ങനെയല്ല തരുന്നത്. അങ്ങനെ നിങ്ങൾ ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല. അങ്ങനെ കിട്ടിയാലും 5-6 ദിവസമേ കിട്ടത്തുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ കോപമൊക്കെ വീണ്ടും വരും. ശരിക്കും ദൈവം ആരാണെന്നുള്ള വെളിപ്പാടിൽ നിന്നാണ് ഇതിനുമേലെല്ലാം നിങ്ങൾക്ക് ജയം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കോപം മാറാനുള്ള ശക്തി തരണമെന്നല്ല പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചു നോക്കിയായിരുന്നു. ദൈവം എന്റെ അസൂയ മാറാൻ കൃപ തരണം. അങ്ങനെ ഇങ്ങനെ കാലൊക്കെ ഇടിച്ചിടിച്ച് അസൂയ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ എന്റെ ഹൃദയത്തിൽ. പക്ഷെ എവിടെ മാറാനാ? 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും നമ്മളെക്കാൾ ഒരു നന്നായി പോയ നമ്മുടെ ഹൃദയത്തെ അസൂയ. അപ്പോൾ എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഒരു ചെറിയ പ്രശ്നത്തെ അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ചാരായം നിരോധിച്ചു. അപ്പൊ ചാരായം നിരോധിക്കണമെങ്കിൽ ആദ്യം ചാരായം ഉണ്ടാക്കുന്ന ഫാക്ടറി അടച്ചു.
റീറ്റെയിൽ ഷോപ്പുകൾ അടച്ചുപൂട്ടിക്കൊണ്ട് കാര്യമില്ല. ഫാക്ടറി അവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എവിടെയെങ്കിലും ആ ചാരായം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടുത്തെ കൊച്ചു കൊച്ചു റീറ്റെയിൽ ഷോപ്പുകളെല്ലാം ഗവൺമെന്റ് പൂട്ടി. പക്ഷെ ആൾക്കാരുടെ കൈ ചാരായം എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഫാക്ടറി ഇതുവരെ പൂട്ടിയിട്ടില്ല. ആ ഫാക്ടറിയിൽ ഇപ്പോൾ ഉൽപ്പന്നം നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എന്താണെന്നറിയോ? ഫാക്ടറി പൂട്ടണം. ഫാക്ടറി പൂട്ടിയാൽ റീറ്റെയിൽ ഷോപ്പിലേക്ക് ചാരായം വരത്തില്ല. നിങ്ങളുടെ ഫാക്ടറിയിലാണ് പ്രോബ്ലം ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലാണ് അത് ബന്ധിക്കപ്പെടേണ്ടത്. അല്ലാതെ ക്ഷമ എന്ന് പറയുന്ന ഒരു ചെറിയ റീറ്റെയിൽ ഷോപ്പ്, അസൂയ എന്ന് പറയുന്ന ഒരു റീറ്റെയിൽ ഷോപ്പ് ചെന്ന് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലൊന്നും നടക്കത്തില്ല. കുറെ നാൾ രക്ഷപ്പെട്ടു പോകാം ബലം പിടിച്ചൊക്കെ. അകത്ത് ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് വരുമ്പോൾ, അതുകൊണ്ട് യേശു എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിപ്പീൻ. അവന്റെ സ്നേഹം എന്താന്ന് അറിഞ്ഞെങ്കിലേ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. വെറുതെ നമുക്ക് വേറൊരാളെ സ്നേഹിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. അത് അവനൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമ്മളും തെറ്റും. അവനൊന്ന് മോഹം കറുപ്പിച്ചാൽ നമ്മുടെയും സ്നേഹം പോകും. നമ്മുടെ സ്നേഹം ഈ എപ്പോഴും എന്താ പറയുന്നേ, അബ്സല്യൂട്ട് അല്ല, റിലേറ്റീവാ. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. പലതിനെ ഡിപ്പെൻഡ് ചെയ്ത നമ്മുടെ സ്നേഹം. ഇപ്പം എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ബ്രദറുമായിട്ട് ഒരു സ്നേഹം, അത് ഒത്തിരി കാര്യങ്ങൾ പരിഗണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ആ ബ്രദറിന്റെ എന്റെ മൂഡ് ശരിയായിരിക്കണം, ആ ബ്രദറിന്റെ മൂഡ് ശരിയായിരിക്കണം, അദ്ദേഹം എനിക്ക് സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കണം, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രതികരണം കൺസിഡർ ചെയ്തുകൊണ്ട് എനിക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. സോ എന്റെ ലവ് ഓൾവേസ് റിലേറ്റീവാ. മനുഷ്യന്റെ സ്നേഹം ഒത്തിരി റിലേറ്റീവ്. കാരണം മറ്റൊരാളുടെ സ്വഭാവം കൂടെ പരിഗണിച്ച് വേണം അയാളെ സ്നേഹിക്കണോ വേണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കാം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അബ്സല്യൂട്ടാ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിച്ചിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാകുന്നു തന്നിൽ തന്നെയുള്ള ക്യാരക്ടർ കൊണ്ടാണ്, തന്നിൽ തന്നെയുള്ള ഗുണങ്ങൾ കൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. അല്ലാതെ എന്റെയും കൂടെ റെസ്പോൺസ് കൺസിഡർ ചെയ്തിട്ടല്ല ദൈവം സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം അഗാപ്പെ ലവ്, ഇറ്റ്സ് സംതിങ് ഡിവൈൻ ലവ്. എന്തുകൊണ്ടാണ്? എനിക്കൊരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളുടെ സ്വഭാവവും പ്രകൃതവും കൂടെ എനിക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ അയാളുടെ പ്രകൃതത്തിൽ നിന്നും കൂടെയാണ് എനിക്ക് എന്റെ സ്നേഹം വരുന്നത്. അയാൾ നല്ല ആളാണെങ്കിൽ എനിക്ക് സ്നേഹം കൂടും. അയാൾ എന്നോട് എതിർക്കുന്ന ആളാണെങ്കിൽ, എന്നെ അംഗീകരിക്കാത്ത ആളാണെങ്കിൽ എന്റെ അയാളോടുള്ള സ്നേഹം കുറയും. അപ്പോൾ എന്റെ സ്നേഹം ബാഹ്യ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം അബ്സല്യൂട്ടാ. കാരണം അവൻ തന്നിൽ തന്നെ സ്നേഹവാനാ. ഗോഡ് ഈസ് ലവ്. ദൈവത്തിൽ സ്നേഹം ഉണ്ടെന്നല്ല, ദൈവം സ്നേഹമാണെന്ന. അതുകൊണ്ട് അവന് എക്സ്റ്റേണൽ ആയ കാര്യങ്ങളുടെ ആവശ്യമില്ല സ്നേഹിക്കാനായിട്ട്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവന് വിഷയമല്ല. അവൻ തന്റെ സ്വഭാവത്തിൽ തന്നിൽ ഡിപ്പെൻഡ് ചെയ്താണ് സ്നേഹിക്കുന്നത്. തന്റെ ക്യാരക്ടർ അതായോണ്ടാണ് സ്നേഹിക്കുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല അവൻ സ്നേഹിക്കുന്നത്. യുവർ ലവ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ ഫ്രണ്ട്സ് ക്യാരക്ടർ. ഗോഡ്സ് ലവ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഗോഡ്സ് ക്യാരക്ടർ. അതാ ആ സ്നേഹത്തിന്റെ വ്യത്യാസം. എങ്ങനെ മനസ്സിലാവും? തീത്തോസിന്റെ ലേഖനം എന്നെടുത്ത് അതിന്റെ 3-ാം അധ്യായം. എഫേസ് ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. പക്ഷെ തീത്തോസിന്റെ 3-ാം അധ്യായം. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തല്ല, അവന്റെ തന്നെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണെന്നുള്ളതിന്റെ തെളിവ് തീത്തോസ് 3-ന്റെ 4-ാം വാക്യം. തീത്തോസ്, ടൈറ്റസ് ചാപ്റ്റർ 3 വേഴ്സ് 4. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ യുവർ ക്യാരക്ടർ. അവന്റെ മനുഷ്യപ്രീതി, അവനിലെ ദൈവസ്നേഹം, അവന്റെ സ്വഭാവം അതായതുകൊണ്ട് അവൻ സ്നേഹിച്ചത്. നിങ്ങളുടെ സ്വഭാവം സ്നേഹമായതുകൊണ്ടല്ല നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത്. അയാളുടെയും കൂടെ ക്യാരക്ടറും സ്വഭാവം കൂടെ നോക്കിയിട്ടാണ് നിങ്ങൾ അയാളെ സ്നേഹിക്കുന്നത്. ദൈവം ഒരാളെ സ്നേഹിക്കുന്നത് തന്റെ സ്വഭാവം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അവിടെ എഴുതിയിരിക്കുന്നു മനുഷ്യപ്രീതി. മനുഷ്യനോട് ദൈവത്തിന് ഒരു പ്രീതിയുണ്ട്. പിശാച് എന്താ പറയുന്നത് അറിയോ? ഭയങ്കര കോപിഷ്ഠനാ ദൈവം. ഇനി അന്യമതസ്ഥരായ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവര് ഇതാരെല്ലാം കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. മറ്റ് പല മതങ്ങളിലും ദൈവത്തിന്റെ കയ്യിൽ ഒന്നിലൊരു വാള് കാണും, കുന്തം കാണും, പല്ല് കാണും, എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ കാണും. എന്താണെന്നറിയോ? പിശാച് മനുഷ്യനെ ബോധിപ്പിക്കുന്നത് ഗോഡ് ഈസ് ഇൻ ഡിമാൻഡ്. ദൈവം ഡിമാൻഡ് ഉള്ളവനാ. അവന്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യണം ഓൾവേസ്. പിശാച് നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ലേ? ഗോഡ് ഈസ് ഇൻ ഡിമാൻഡ്. അവന്റെ ഡിമാൻഡ് എനിക്ക് എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും? സുവിശേഷ വേല ചെയ്യണോ? അയ്യോ, ദശാംശം കൊടുക്കേണ്ടി വരും. ശമ്പളത്തിന്റെ കുറച്ച് കർത്താവിന് വേണ്ടി കൊടുക്കണം. ഇങ്ങനെ ദൈവം ഒരു ഡിമാൻഡ് നിൽക്കുന്ന അവൻ എപ്പോഴും എങ്ങനെയല്ല അവന്റെ മുഖത്ത് പ്രസാദം വരുത്താൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ചിലര് ദശാംശം കൊടുത്തു നോക്കും. ഇനി അത് ചെയ്തില്ലെങ്കിൽ ചിലര് മാസത്തിൽ ഒരു പ്രാവശ്യം സുവിശേഷ വേല ചെയ്യും. വേറെ ചിലർ സുവിശേഷ ചെയ്യാനും പറ്റിയില്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് കൊടുത്തു നോക്കും. ഓക്കെ, അതൊക്കെ ആത്മാർത്ഥത്തോടെ ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലരത് ചെയ്യുന്ന ഒരു ഭയത്തിൽ നിന്നാ. ദൈവം എങ്ങാനും കോപിച്ചാലോ? ഗോഡ് ഈസ് ഇൻ ഡിമാൻഡ്.
നോ 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 ഡിയർ ബ്രദേഴ്സ്, ഇതൊരു ദുരുപദേശമാണ്, പിശാച് തരുന്ന ഭോഷ്ക. ഗോഡ്, ദൈവത്തിന്റെ സകല ഡിമാൻഡും യേശു ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. ദൈവത്തിന്റെ മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ നിങ്ങളുടെ ആരുടെയും പ്രവൃത്തികൾ കൊണ്ട് പറ്റത്തില്ല. അത് ഒരൊറ്റ ഒരാളുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ ഹൃദയത്തിൽ മുഴു സന്തോഷം കൊണ്ടുവരാൻ പറ്റത്തുള്ളത്. യേശുവാ. അവന്റെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് പിതാവിന്റെ സകല ഡിമാൻഡും തീർന്നു. ഇനി ആ പുത്രനെ കൈക്കൊള്ളുന്നവന് പിതാവുണ്ട്. അവൻ ഡിമാൻഡായിട്ടിരിക്കുന്ന ഒരു ദൈവമല്ല. നമുക്കെല്ലാം ഒരു ചിന്തയുണ്ട്, പൈസ ചോദിക്കുന്ന ദൈവം, സുവിശേഷ വേല ചോദിക്കുന്ന ദൈവം, നമ്മൾ കർത്താവിനെ സേവിക്കണം, നമ്മൾ ആരാധിക്കണം, നമ്മൾ സ്തോത്രം പറയണം, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. എപ്പോഴും ഗോഡ് ഹാസ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ അടുക്ക് ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു മടുപ്പ് വരുന്നത്. അങ്ങനെയല്ല, ദൈവത്തിന്റെ ഹൃദയം അറിയണം. ദൈവത്തിന്റെ ഹൃദയം അറിയാൻ ഒത്തിരി വചനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾ അത്ഭുതപ്പെടും. ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തെ അറിഞ്ഞില്ലല്ലോ, ഇങ്ങനെ ഒരു നല്ല ദൈവത്തെ അറിഞ്ഞില്ലല്ലോ. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. 1:4 നമ്മൾ വായിച്ചത്. അടുത്തത് 5-ാമത്തെ വാക്യം, എഫേസ്യർ 1:5. തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. ഒന്നാമത്, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ ദത്തെടുത്തു. ദൈവം നമ്മെ ദത്തെടുത്തത് എങ്ങനെയാണ്? തിരുഹിതത്തിന്റെ പ്രസാദത്തിൽ. ഇഷ്ടപ്പെട്ടിട്ടാ കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടെടുത്ത, അല്ലാതെ നിവൃത്തിയേട് കൊണ്ട് നിങ്ങളെ തെരഞ്ഞെടുത്തതല്ല. ഇപ്പൊ നമ്മള് ഒരു 3-4 പേര് ഒരു പ്രോഗ്രാമിന് പോവുക. 4 പേർക്ക് ആ കാറയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ബ്രദർ കൂടെ ശേഷിക്കുന്നു. അപ്പം വേറൊരു സൗഹാരം പറഞ്ഞു, പിന്നെ നമുക്ക് ആ രാജു ബ്രദറിനെ കൂടെ കൊണ്ടുപോവാം. അപ്പം മറ്റേ ആള് പറഞ്ഞില്ല, കാറയിൽ ഇനി ഇടയില്ല. എന്നാൽ തന്നെ ആ രാജു ബ്രദർ പുള്ളി ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ, ശരി എന്നാൽ എന്നെ പുള്ളിയെ കൂടെ കൊണ്ടുപോയേക്കാം. അങ്ങനെയല്ല, പുള്ളിയെ കൂടെ കയറ്റി, വലിച്ചു കയറ്റിയതാ. കൊണ്ടുപോകാൻ പ്ലാൻ ഇല്ലായിരുന്നു, പിന്നെ അവസാനം പുള്ളിയെ കൂടെ കയറ്റിയെന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങളെ വിളിച്ചതല്ല. അങ്ങനെ നിങ്ങളെ ഒരാൾ വരാഞ്ഞതിന്റെ പേരില് നിങ്ങളെ, അല്ലെങ്കിൽ ഇവനെ കൂടെ കൂട്ടിയേക്കാം പാവമല്ല എന്ന് പറഞ്ഞ് ഇവനെ കൂടെ കൂട്ടിയതല്ല. തിരുഹിതത്തിന്റെ പ്രസാദത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്ത, നീ തന്നെ വേണം, നിന്നെ തന്നെ വേണം എന്നുള്ള നിർബന്ധം കൊണ്ട് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. അല്ലാതെ മറ്റേയാള് വരാഞ്ഞതിന്റെ പേരിലല്ല, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കയറ്റിയതല്ല. ദൈവത്തിന്റെ ജനമേ, കർത്താവിന്റെ വൃതന്മാരെ, ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ രക്തം തളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, രാത്രി നിങ്ങൾ കേൾക്കുക. നീ ആയിരിക്കുന്ന ദൈവസഭയാകുന്ന കുടുംബത്തിൽ നീ വലിഞ്ഞു കയറി വന്നതല്ല. അവിടെ വരേണ്ട വേറൊരുത്തൻ വരാതെ പോയപ്പോൾ നിന്നെ കൂട്ടിയതല്ല. മറിച്ച് തന്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിൽ നീ തന്നെ അവന്റെ അവിടെ ആ സ്ഥാനത്തിരിക്കണമെന്നുള്ള അവന്റെ പ്രസാദത്തിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത, നീരസത്തിലല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി വലിയ സന്തോഷം ഉണ്ടാവും. അവന്റെ പ്രസാദത്തിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ഞാൻ വെറുതെ വേറെ എന്റെ പാസ്റ്ററുടെ നിർബന്ധം കൊണ്ടോ സുവിശേഷം പറയാൻ വന്ന ആൾ പറഞ്ഞുകൊണ്ടൊന്നും അല്ല. അതൊക്കെ വെറും മുഖാന്തരങ്ങളാ. ശരിക്കും ഞാൻ ഇതിന്റെ അകത്ത് വന്നത് ദൈവത്തിന്റെ പ്രസാദത്തിലാ വന്നത്. അവൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ വന്നത്. അതാ നിങ്ങൾക്ക് ഉറപ്പും ധൈര്യവും തരുന്നത്. നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളാണോ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണോ, കാശുണ്ടോ ഇല്ലയോ, സ്വന്തമായിട്ട് വീടുണ്ടോ വണ്ടിയുണ്ടോ, ഇതൊന്നും ലോകത്തിലുള്ളവർക്കാ വിഷയം. ദൈവത്തെ സംബന്ധിച്ച് അവൻ തന്റെ ഇഷ്ടത്തിൽ നിന്നെ തെരഞ്ഞെടുത്തപ്പോൾ നിനക്ക് നല്ല സൗന്ദര്യമില്ലായിരുന്നു, നിനക്ക് മുച്ചുറിയായിരുന്നു, നിനക്ക് കോങ്കണ്ണായിരുന്നു, നിനക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലായിരുന്നു, 3.5 സെന്റ് പുറമ്പോക്കിലായിരിക്കും നീ കിടന്നത്. പക്ഷെ അവനെയും ദൈവം തന്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിലാണ് തെരഞ്ഞെടുത്തത്. എന്റെ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ദൈവത്തിന്റെ മഹാരാജാവിന്റെ പ്രസാദമുണ്ട് എന്ന് അറിയുമ്പോൾ നിന്റെ രക്ഷ നിനക്ക് വലുതായിരിക്കും. അവിടെയാണ് ആരാധന വരുന്നത്, അവിടെയാണ് ദൈവത്തോടുള്ള സ്തുതി വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ ഡെലിവർ ചെയ്യുന്ന സത്യങ്ങൾ. എന്റെ തലയിൽ കൈവച്ച് ഒരാളോട് പറയാ, അടുത്ത മാസം 16-ാം തീയതി ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു സന്തോഷമില്ല. കാരണം അടുത്ത മാസം 16-ാം തീയതി വിടുതലുണ്ട്, അത് വന്നോളുമല്ലോ. ഒരാൾ എന്റെ തലയിൽ കൈവച്ച് വെക്കേണ്ട കാര്യമേ ഇല്ല. കാരണം 16-ാം തീയതി എനിക്കൊരു വിടുതലുണ്ടെങ്കിൽ ആ 16-ാം തീയതി വിടുതൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല. എന്നെ സംബന്ധിച്ച് 1 യോഹന്നാൻ 1:3 എടുത്തിട്ടുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആരിൽ? ക്രിസ്തുവിൽ. യു ആർ ഓൾറെഡി ബ്ലെസ്ഡ് എന്നാ. പിന്നെ ആർക്ക് എന്റെ തലയൊക്കെ വെച്ച് നിന്നെ ബ്ലെസ് ചെയ്യാൻ പോവാന്ന് പറയാനായിട്ട് ആർക്ക് അധികാരമുണ്ട്? എഫേസ്യർ 1:3 എഴുതിയിരിക്കുന്ന എന്താ? ക്രിസ്തുവിൽ നിങ്ങളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്നു. യു ആർ ഓൾറെഡി ബ്ലെസ്ഡ് എന്നാ. അപ്പം വേറെ നാളെ ഒരു ദൈവദാസൻ വന്നിട്ട് എന്നോട് പറയാണ് അടുത്ത മാസം ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കോൺട്രഡിക്ട് വിത്ത് എഫേഷ്യൻ 1:3. കാരണം ഒരിടത്ത് എഴുതിയിരിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാവുന്നല്ല,
അനുഗ്രഹിച്ചിരിക്കുന്നു. യു ആർ ഓൾറെഡി ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ് വിത്ത് ഓൾ ഹെവൻലി ബ്ലെസ്സിങ്സ്. അപ്പൊ പിന്നെ അടുത്ത മാസം 16-ാം തീയതി ഒരു ബ്ലെസ്സിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെന്റ്. നമുക്കത് കേൾക്കുമ്പോ ഒരു സുഖ, അത് കേൾക്കുമ്പോ ഒരു സുഖ. യു ആർ ഓൾറെഡി ബ്ലെസ്ഡ്. അപ്പൊ പിന്നെ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത സബ്ജക്ട്. അതപ്പോ നമുക്ക് ഒത്തിരി സമയം പോകും. എന്താണ് ബ്ലെസ്സിംഗ്? അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാം. രണ്ടാമത്തെ വാക്യം, രണ്ടാമത്തെ കാര്യം 6-ാമത്തെ വാക്യം. അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. രണ്ടാമത്തെ വാക്ക് ശ്രദ്ധിക്കണം. സ്നേഹത്തിലാണ് മുൻ നിയമിച്ചത്. ഒരു ഇഷ്ടക്കേടിലല്ല, മനസ്സില്ലാ മനസ്സോടെ അല്ല, സ്നേഹത്തിൽ. ആദ്യത്തെ എന്താ? തന്റെ പ്രസാദത്തിൽ ദത്തെടുത്തു. രണ്ടാമത്തേത് തന്റെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു. നിന്റെ രക്ഷയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മനോഭാവം ഓർക്കണം. ഇപ്പൊ എന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് വിളിച്ചു, ഡിന്നറിന് വിളിച്ചു, ബ്രദർ വൈകിട്ട് വീട്ടിൽ വരണം, ഡിന്നർ കഴിക്കണം. എനിക്കൊരു സന്ദേഹം വരും, പല സന്ദേഹം വരും. ആത്മാർത്ഥമായിട്ടാണോ വിളിച്ചത്? ചെല്ലുമ്പോ അവരോടെ കാണുവോ? അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു, ഞാനൊരു അത്യാവശ്യത്തിന് എങ്ങോ പോയപ്പോ നിങ്ങളുടെ വീട്ടിൽ കയറി, ഉച്ച സമയമാണ്. അപ്പൊ നിങ്ങളൊരു ഫോർമാലിറ്റിക്ക് എന്നോട് പറഞ്ഞു, എന്നാ ബ്രദറെ ചോറിനാം. അപ്പൊ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ശരി ചോറിനാം. ഞാൻ കൈ കഴുകിയിരുന്നു. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒരു പ്രയാസമുണ്ട്. ഇവർ ആത്മാർത്ഥമായിട്ടാണോ വിളിച്ചത്? നിവൃത്തികേട് കൊണ്ടാണോ വിളിച്ചത്? 1 മണിക്ക് വന്നു കയറിയോണ്ട് അവരൊരു ഫോർമാലിറ്റിക്കാണോ വിളിച്ചത്? സന്തോഷത്തോടെയാണോ അവര് വിളമ്പി തരുന്നത്? ഇതൊന്നും എനിക്കത്ര ഉറപ്പില്ല. പിന്നെ എന്റെ വിശപ്പ് കൊണ്ട് ഞാനും കഴിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ചോറ് വിളമ്പി തന്ന ആ അമ്മാമ്മയും അച്ചായനും അകത്തിരുന്നോണ്ട് കുശുകുശിക്കാണ്. എനിക്ക് ചോറ് വിളമ്പി തന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല, സമയമാകുമ്പോ ചോറിനുന്ന സമയമാകുമ്പോഴാണ് പുള്ളി കയറി വരുന്നത് എന്ന് അവരകത്തിരുന്ന് പറയുകയാണെങ്കിൽ ആ കഴിക്കുന്ന ചോറ് എനിക്ക് അകത്തോട്ട് കയറും. കറിയൊക്കെ ഒരു 5 കൂട്ടം വിളമ്പിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചോറ് വിളമ്പി തന്നിട്ട് അങ്ങേപ്പുറത്തെ മുറിയിൽ അവര് തമ്മിൽ കുശുകുശുക്കുകയാണ്. എന്താണ്? ഇയാള് ഈ ഉണ്ണുന്ന സമയത്താണ് കയറി വന്നത്, വേറെ വഴിയില്ല, എന്നാ ചെയ്യാനാ എന്ന് പറഞ്ഞ് കേട്ടാൽ എന്റെ ഹൃദയത്തിൽ ആ ചോറ് എനിക്കത് ഡൈജസ്റ്റ് ചെയ്തില്ല. അവർ സന്തോഷത്തോടെ അല്ല തന്നത് എനിക്ക് തോന്നിയാൽ എനിക്ക് ആ സമയം തൊട്ട് അതെങ്ങനെയും ഒന്ന് നിർത്തിയാൽ മതി എന്നേ ഉള്ളൂ. പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിന്നെ വിളിച്ചപ്പോൾ സന്തോഷത്തോടെയാണോ അതോ ഒരു നീരസത്തിലാണോ അവൻ നിന്നെ വിളിച്ചത്? ബൈബിള് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, തന്റെ സ്നേഹത്തിലാണ് അവൻ നിന്നെ മുൻനിയമിച്ചത്. അതുകൊണ്ട് നിനക്ക് സഭയിലൊക്കെ വരുമ്പോ ഉണ്ടല്ലോ ഒരു ലജ്ജ വേണ്ട. നീ ആരെക്കാളും കുറഞ്ഞവനല്ല. നിന്നെയും ദൈവം തെരഞ്ഞെടുത്ത് തന്റെ സ്നേഹത്തിലാണ്. ഓർക്കരുത്, ബില്ലി ഗ്രാം അവരെയൊക്കെ കൂടുതൽ സ്നേഹത്തിൽ തെരഞ്ഞെടുത്തു. റെയ്നാഡ് ബോങ്കെ അവരെയൊക്കെ കൂടുതൽ പ്രസാദത്തിൽ തെരഞ്ഞെടുത്തു. എന്നെയും ദൈവം തെരഞ്ഞെടുത്തു. ഞാനും ആ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു പുറകിൽ പോയി അവിടുത്തെ ഒരു കസേരയിൽ എവിടെയെങ്കിലും ഇരുന്നോളാം. അല്ലല്ല. പുത്രനെ സ്നേഹിക്കുന്ന അതേ അളവിൽ നിന്നെയും സ്നേഹിച്ചു. നമുക്ക് ഈ ദൈവസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ സാധു കൊച്ചു കുഞ്ഞുപദേശി, സാധു സുന്ദർ സിംഗ്, ബില്ലിഗ്ര ഇവരൊക്കെ വലിയ മുൻസീറ്റിലും നമ്മൾ പാവപ്പെട്ടൊരു പുറകിലും. അങ്ങനെയല്ല. എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തപ്പോൾ കർത്താവ് തന്റെ സ്നേഹത്തിലാണ് തെരഞ്ഞെടുത്തത്. അവിടെ ആരും വലിഞ്ഞു കയറി വന്നതല്ല. വലിഞ്ഞു കയറി വന്നതിന്റെ പരിഭവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. നിങ്ങൾ ദൈവം മക്കളാണ്. മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ്. ആ ബോധ്യത്തിൽ നിങ്ങൾ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നാം അയ്യോ ഞാനൊരു പാവം എന്ന് പറഞ്ഞാ ഇരിക്കുന്നത്. ചിലരുടെ മുഖം കണ്ടാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ള നിരാശയാണ്. അങ്ങനെയല്ല. ഈ സ്നേഹത്തിന്റെ വെളിപ്പാടാണ് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നത്. ഈ വെളിപ്പാടാണ് എത്ര സമ്പന്നന്റെ മുമ്പിലും നിങ്ങളെ മുഖം ചൂളാതെ നിർത്തുന്നത്. ഈ ലോകത്തിലുള്ള എത്ര മഹാന്മാരുടെ മുമ്പിലും നമുക്ക് കൊച്ചായി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വർഗീയ മഹാരാജാവ് തന്റെ പ്രസാദത്തിൽ തന്നെ ദത്തെടുത്തു, തന്റെ സ്നേഹത്തിൽ നമ്മളെ മുൻ നിയമിച്ചു. ഇനി അതിന്റെ 9-ാമത്തെ വാക്യം, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. അവിടെയും തന്റെ പ്രസാദത്തിൽ. എന്താ ഞാൻ പറഞ്ഞെന്നറിയോ? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ വിളി, ഇതെല്ലാം ഒരാളുടെ ഹൃദയത്തിന്റെ പ്രസാദത്തിൽ സംഭവിച്ച കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഓർത്തു നോക്കിയാൽ 8 വർഷം മുമ്പ് ഒരാൾ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു. നിങ്ങളൊരു യോഗത്തിന് പോയി, അവിടെ വെച്ചൊരു ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു വചനം കേട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു രോഗിയായിരുന്നു, ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു സൗഖ്യമായി.
പക്ഷെ നിങ്ങളുടെ ചരിത്രം നിങ്ങൾക്ക് അവിടം തൊട്ടാ തുടങ്ങുന്നത്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് അവിടം തൊട്ടല്ല രക്ഷ തുടങ്ങുന്നത്. നിങ്ങളുടെ രക്ഷയുടെ ചരിത്രം 12 വർഷം മുമ്പല്ല തുടങ്ങുന്നത്. നിങ്ങളുടെ രക്ഷയുടെ ചരിത്രം 1996 ഒക്ടോബർ മാസം 18 തൊട്ടല്ല തുടങ്ങുന്നത്. നിങ്ങളുടെ രക്ഷയുടെ ചരിത്രം ലോകസ്ഥാപനം മുമ്പ് തുടങ്ങിയ ചരിത്രമാണ്. വർഷങ്ങൾ തുടങ്ങിയ കാലം തുടങ്ങുന്നതിന് മുമ്പ്, മാസങ്ങൾ, ഡേറ്റുകളൊക്കെ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, ഒരൊറ്റ സൃഷ്ടി ഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോൾ, സ്വർഗീയ ദൂതന്മാരെ പോലും സൃഷ്ടിക്കാതിരിക്കുമ്പോൾ, സൃഷ്ടിതാവായ പിതൃപുത്ര പരിശുദ്ധാത്മ മാത്രമുള്ള ആ ദൈവീക ആ സ്നേഹക്കൂട്ടായ്മയിൽ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഉടലെടുത്തത്. അത് അത്ഭുതമാണ്. അതാണ് അത്ഭുതം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാം? നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയാം, മരിച്ച നിങ്ങൾ ഉയർത്തും. പാപത്തിൽ മരിക്കപ്പെട്ട നിങ്ങൾ ഉയർത്തും. അതാ ഏറ്റവും വലിയ അത്ഭുതം. ഈ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ മരിച്ചിട്ട് 15 ദിവസമായി. നിങ്ങളും എല്ലാവരുടെ കൂടിയാണ് അയാളെ ശവം അടക്കാനായിട്ട് കൊണ്ടുപോയത്. 15 ദിവസം കഴിഞ്ഞ് ശവക്കല്ലറ തുറന്ന് പുള്ളി നടന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നാൽ നിങ്ങൾ അതിനെന്താ പേര് പറയുന്നത്? മിറക്കിൾ, അത്ഭുതം. നിങ്ങളുടെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. നിങ്ങളത് പക്ഷെ അത്ഭുതമായിട്ട് കാണുന്നില്ല. എന്താ? എഫേസ്യർ 2, പാപത്തിൽ മരിച്ചവരായ നിങ്ങളെ അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. എത്ര വർഷമായി നിങ്ങൾ മരിച്ചിട്ട്? 36 വർഷം, 42 വർഷം, 68 വർഷം. 68 വർഷമായിട്ട് മരിച്ചു കിടന്നവനെ യേശു ക്രിസ്തു ഉയർപ്പിച്ചു. അത് അത്ഭുതമല്ല. നമുക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ മരിച്ച് കല്ലറയ്ക്കകത്ത് കിടന്ന ഉയർത്തെഴുന്നേറ്റ് നമ്മൾ പറയാം അത്ഭുതമാണ്. പക്ഷേ നിങ്ങൾ പാപത്തിൽ മരിച്ചിട്ട് യേശു ക്രിസ്തു നിങ്ങളെ ഉയർപ്പിച്ച ആ അത്ഭുതമാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രി ക്യാൻസർ രോഗം സൗഖ്യമാക്കുന്നതല്ല അത്ഭുതം. മരിച്ചിട്ട് 4-ാം ദിവസം ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്നതല്ല അത്ഭുതം. 2 കാലില്ലാത്ത ആൾക്ക് കാല് വരുന്നതല്ല അത്ഭുതം. അതിനേക്കാളും വലിയൊരു അത്ഭുതം നിന്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട്. ആ അത്ഭുതത്തെ അത്ഭുതമായി കാണാതെ നിന്റെ ജീവിതത്തിന് പുറത്തുള്ള അത്ഭുതങ്ങളെ അത്ഭുതമായി കാണുമ്പോൾ നീ എന്നും നിരാശപ്പെട്ടിരിക്കും. എന്റെ ഉള്ളിൽ വന്ന അത്ഭുതമുണ്ട്. എന്താണെന്നറിയാം അത്ഭുതം? ഞാൻ പാപത്തിൽ അമ്മയുടെ ഉദരം മുതലേ മരിച്ചവനായിരുന്നു. ഇന്ന് യേശുക്രിസ്തുവിൽ അവൻ എന്നെ ഉയർപ്പിച്ചു. അതാണ് ലോകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം. അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഇനി സംഭവിക്കാനേ ഇല്ല. ഹല്ലേലൂയ. രാത്രി ക്യാൻസർ രോഗം സൗഖ്യമാകുന്നതല്ല അത്ഭുതം. അത്ഭുതം പാപിയായി എന്നെ സ്വർഗത്തോട് നിരപ്പിച്ചു. ഞാൻ അവന്റെ പുത്രനായി മരിച്ചു കിടന്ന് എന്നെ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ചു. ഐ ആം റിസറക്റ്റഡ്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് എഫേസ്യർ പറഞ്ഞത് നിങ്ങളെ ഉയർപ്പിച്ചെന്ന, ഉയർപ്പെന്ന, റിസറക്ഷൻ എന്ന വാക്കുകൊണ്ട്. അത് റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതം. ഒരാൾ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം, മരിച്ചയാണ്. നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റിസറക്ഷൻ എന്ന. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ ഇൻ ദ ലൈഫ്. ഈ ലോകത്തിൽ നടക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതം അല്ല നിങ്ങളുടെ ഉള്ളിൽ നടന്ന അത്ഭുതം. അപ്പം നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന അത്ഭുതങ്ങളെക്കാൾ നിങ്ങളുടെ ഉള്ളിൽ നടന്ന ആ അത്ഭുതത്തെ നിങ്ങൾ തിരിച്ചറിയണം. തന്റെ തിരുഹിതത്തിന്റെ പ്രസാദത്തിൽ എന്നെ തെരഞ്ഞെടുത്ത കർത്താവ്, നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ദൈവസ്നേഹത്തിന്റെ ആഴം നിങ്ങൾ അറിയണം. അത് പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്ന അത്രയും എന്നെ സ്നേഹിച്ചിരിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അത്രയും പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റവാക്കിയോടെ വായിച്ച് അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, അതിന്റെ 27-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 16:27. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു പോകാൻ, ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് അവരെ ആശ്വസിപ്പിക്കുക. ഞാൻ പോയാലും കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് വരും, നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്നൊക്കെ പറയുന്ന വഴിക്ക് യേശു പറയാണ്, ഞാൻ ഇവിടുന്ന് പോയാലും പേടിക്കൊന്നുമില്ല, പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈസ് ഓൾറെഡി ലവ്. നിങ്ങൾ അവനെ അറിയുന്നതിന് മുമ്പേ അവൻ നിങ്ങളെ സ്നേഹിച്ച് വെച്ചിരിക്കുക. ഞാൻ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ അനാഥത്വം ഒന്നും ഫീൽ ചെയ്യണ്ട. പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിച്ച പോലെ തന്നെ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്നാണ് യേശു പറഞ്ഞേച്ചു പോയത്. അത് ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോട്. പക്ഷെ അതെല്ലാം നമ്മളോട് പറഞ്ഞതാ. അന്ന് അവന്റെ മുമ്പിൽ ശിഷ്യന്മാരെ ഉള്ളായിരുന്നു. പക്ഷെ യോഹന്നാൻ 17-ന്റെ പ്രാർത്ഥന ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ സുവിശേഷ മുഖാന്തരം വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. യേശുവിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് രാത്രി നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, അമേസിംഗ് ഗ്രേസ്.
അമേസിംഗ് ഗ്രേസ്, അമേസിംഗ് ആണ് ദൈവത്തിന്റെ കൃപ. പക്ഷെ നിങ്ങൾ അതിനെ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നുള്ളതിനനുസരിച്ച്, നിങ്ങൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങൾ ദൈവസ്നേഹം എപ്പോഴാന്നല്ലേ കാണുന്നത്? നമ്മളെപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റായി രോഗം പ്രയാസപ്പെട്ടു, രോഗം സൗഖ്യ, അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ഒരു ജോലി പ്രശ്നം, അങ്ങ് ഗൾഫിൽ നിന്ന് പോകേണ്ട ഗതികേട് വന്ന് ലാസ്റ്റ് മുമ്പിൽ നിങ്ങളുടെ സ്പോൺസർ അത്ഭുതകരമായിട്ട് ആ ജോലി നിങ്ങൾക്ക് തിരിച്ചു തന്നു. ഇവിടെയൊന്നും അല്ല അത്ഭുതം. ദീസ് ആർ നോട്ട് എ ഗ്രേറ്റ് മിറക്കിൾസ്. ഇത് കോമൺ മാൻ ഒക്കെ സംഭവിക്കുന്ന മിറക്കിൾ അവിടെയല്ല. ഇന്നും അത്ഭുതമാണ് ക്രൂശ്. ഇന്നും ദൈവസ്നേഹം അത്ഭുത. ആ ചുവട്ടിൽ പോയി ഇരിക്കണം, എഴുന്നേറ്റൊന്നും പോകരുത്, അവിടെ ഇരിക്കണം. സ്പെൻഡ് ടൈം വിത്ത് ഗോഡ്. എന്നിട്ട് അവരോട് പറയണം, ദൈവം ഇത് വെളിപ്പാടായിട്ട് എനിക്ക് തരണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാനിത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല, മാനുഷികമായി കിട്ടിയതല്ല, ഇത് ഞാൻ വെളിപ്പാടിനാൽ പ്രാപിച്ചതത്ര. ദൈവസ്നേഹം വെളിപ്പാടിനാൽ പ്രാപിക്കണമെങ്കിൽ അവിടെ ചെന്നിട്ട് ദാഹിക്കുന്നവർക്ക് ദൈവം ആ വെളിപ്പാട് തരും. എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ അങ്ങ് വെളിപ്പാടായിട്ട് തരികയല്ല, നിങ്ങൾ അതിനൊരു വില കൊടുക്കണം. അതുകൊണ്ട് ആ യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ ഞാനും പിതാവും അവനെ സ്നേഹിക്കുകയും അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തും. ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ്. ജോൺ ചാപ്റ്റർ 14:21-22. സംസാരിക്കാൻ സമയമില്ല, ഓൾറെഡി 1 മണിക്കൂറായി. പിതാവും പുത്രനും നിങ്ങളുടെ അടുക്കൽ വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ വെളിപ്പെടുത്തുന്നത്? ദൈവം ആരാണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും അവന്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നും അവന്റെ നീതി, അവന്റെ വിശുദ്ധി, അവന്റെ മഹത്വം, അവന്റെ സൗന്ദര്യം, അവന്റെ കരുണ എല്ലാം അവൻ തനിക്ക് നമുക്ക് വെളിപ്പെടുത്തി തരും. ആർക്കാ അത് വെളിപ്പെടുത്തുന്നത്? എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അതുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് പെട്ടെന്ന് വെളിപ്പാടായിട്ട് കിട്ടത്തില്ല, പക്ഷെ അതൊരു പ്രാർത്ഥന, ഒരു തുടക്കമാണ്. എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്റെ രാത്രിയിലെ അവസാനത്തെ പ്രാർത്ഥന, ലോർഡ് ഇന്ന് രാത്രി എനിക്കൊരു ദർശനം തരണം. അത് ഞാൻ ഈ ദർശനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വലിയ വെളിച്ചത്തിൽ ദൈവം വരുന്നതാണ്. എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം. രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിൽ എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്രകാശം വർദ്ധിക്കണം. എപ്പോഴും ദൈവത്തെക്കിലേക്ക് തുറന്നിരുന്നൊരു കണ്ണുണ്ടായിരിക്കണം. നിനക്ക് തുറന്ന ഒരു കണ്ണുണ്ടായിരിക്കണം, തുറന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണം. ലോർഡ് ലോർഡ് ഐ വാണ്ട് ടു സീ യു മോർ. എനിക്ക് നിന്നെ കൂടുതൽ കാണണം, നിന്റെ ഹൃദയം അറിയണം. നീ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ സ്നേഹത്തിന്റെ ആഴം അറിയണം. ക്രൂശിലുള്ള നിന്റെ സ്നേഹത്തിന്റെ ആഴം അറിയണം. ലോകസ്ഥാപനം മുമ്പ് എന്നെ തെരഞ്ഞെടുത്ത അതിന്റെ ആ ആഴം എനിക്ക് അറിയണം. അതെനിക്ക് കൂടുതൽ അറിയണം. ദാറ്റ് മേക്സ് യുവർ ലൈഫ് ഡിഫറെന്റ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. സാരി വാങ്ങിച്ചു കൊടുത്തോണ്ടൊന്നും സ്നേഹം വർദ്ധിക്കത്തില്ല. 15ാമത്തെ വിവാഹ വാർഷികം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടൊന്നും സ്നേഹം വർദ്ധിക്കത്തില്ല. ഒരു ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചുകൊണ്ടും നാളെ ഒരു പ്രശ്നത്തിന് മുമ്പിൽ നിങ്ങൾ ഇടറും. ഇഫ് യു ലവ് യുവർ ഗോഡ് മോർ, യു ലവ് യുവർ വൈഫ് മോർ. ദാറ്റ് ഇസ് ഓൺലി സൊല്യൂഷൻ. നിങ്ങൾ ദൈവത്തെ കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങൾ ആദ്യം അത് അറിയുന്ന നിങ്ങളുടെ ഭാര്യയെ കൂടുതൽ സ്നേഹിക്കും. നിങ്ങൾ കർത്താവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാട് അനുഭവിച്ചെങ്കിൽ അത് ആദ്യം അനുഭവിക്കുന്ന നിങ്ങളുടെ വീട്ടിലാണ്, യുവർ ഹോം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയട്ടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഡൈവോഴ്സ് നടന്നിട്ടില്ല. ഒരിക്കൽ പോലും തെറ്റിയിട്ടില്ല. ഇനി ഒരു നിത്യത മുഴുവനും അവർ തെറ്റത്തില്ല. അവരെ ഒന്നാക്കി നിർത്തുന്നിരിക്കുന്ന ആ സാക്രിഫിഷ്യൽ ലവ് ഉണ്ട്. ആ സ്നേഹത്തിൽ നിന്നാണ് ക്രൂശിലേക്ക് സ്നേഹം പകർന്നിരിക്കുന്നത്. അതിന്റെ വെളിപ്പാടിൽ ഈ ലോകം മുഴുവനും നിനക്ക് പുറകിലായിരിക്കും. ഈ ലോകത്തിലുള്ള മുഴുവനും നിന്റെ കാൽക്കീഴിൽ വരും. ഇഫ് യു നോ ദ ഗോഡ്സ് ലവ് ഇൻ റെവലേഷൻ. ഹല്ലേലൂയ. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. അവനെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും ഇന്ന് രാത്രി ഒരു തീരുമാനമുണ്ടെങ്കിൽ, ഫസ്റ്റ് യു മസ്റ്റ് നോ ഹിസ് ലവ്. അവൻ നിന്നെ സ്നേഹിച്ച സ്നേഹം ആദ്യം അറിയാതെ നിനക്ക് ഇന്ന് രാത്രി ഒരു ചുവടെടുത്ത് വെക്കാൻ കഴിയത്തില്ല കുഞ്ഞെ. മേ ദ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ നിന്നെ സ്നേഹിച്ച സ്നേഹം അറിയുവാൻ ഒരായുസ്സും കൂടെ ദൈവം തരുന്നു, ഒരു വർഷം കൂടെ ദൈവം നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അടുത്ത വർഷത്തെ നിങ്ങളുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ടു നോ ഗോഡ്സ് ലവ് മോർ ആൻഡ് മോർ. അതായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്.